ഗോശാല വേണം, ഗോശാല വേണം, ഗോപാലകൃഷ്ണനും വേണം. ഗോശാലയിൽ കൃഷ്ണൻ വേണം എന്നതിന് അർത്ഥമില്ല. അപ്പൊ കൃഷ്ണന്റെ പ്രാധാന്യത്തോടുകൂടെ കൃഷ്ണനെ ആരാധിക്കാൻ ഉണ്ടാവുന്ന ഒരു സംവിധാനം വേണം. ആ കൃഷ്ണൻ എങ്ങനെയായിരിക്കണം? ഗോപാലകൃഷ്ണനായിരിക്കണം. അതെ, അതെ, അതെ. പക്ഷെ അവിടെ ഉള്ളത് നവനീതന. അതെ, അതെ, അതെ. അല്ല, നവനീതകൃഷ്ണൻ വേറെ ഇല്ല, വേറെ ഇല്ല. എത്ര വയസ്സുണ്ടാവില്ല ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ ചെറിയ കഥയില് ഈ ആലയിൽ പോയി പാല് കുടിച്ചൊരു സമ്പ്രദായക്കാരുണ്ട്. ഞാൻ കുറച്ച് വലുതായപ്പോൾ കാലിനെ മേയ്ക്കാനും പോയിട്ട് ഇത് എങ്ങനത്തെ കൃഷ്ണൻ രണ്ടും പശുവിന്റെ ബന്ധം. പത്ത് 29 1/10/29. ഈ മറ്റേ ബാലനല്ല, ഏറ്റവും മറ്റേ കുഞ്ഞായിട്ടുള്ള അവസ്ഥയല്ല, കൗമാര അവസ്ഥയാണ്. സാക്ഷാൽ ഗോപാലകൻ കൗമാര അവസ്ഥയാണ്. കാലിപ്പോലും വേറെ എന്തെങ്കിലും ഉണ്ടാവും. ഈ ഗോപാലകൻ അനവധി ഉണ്ടല്ലോ. ഗോശാല എന്ന് പറയുന്നത് ഒരു വലിയൊരു കോൺസെപ്റ്റ് ആണത്. അത്യാവശ്യമാണ്. അല്ല, അത് കൗമാരാവസ്ഥയാണ്. അതിബാലനല്ല, ബാലനല്ല, യുവത്വത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് കൗമാര അവസ്ഥയാണ്. അവസ്ഥ കൗമാരം.
ഗോപതി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സവിശേഷത. ആ കാലിക്കോല് ഗോപതി പാലിക്കുന്ന വടി അത് വേറെ എന്തെങ്കിലും ആയുധങ്ങള് സ്കന്ധം ഉദ്വഹതി ഗോപതി. അപ്പൊ സ്കന്ധം എന്തിനുള്ള ലാംഗലേ സശകടേ കുശലശ്ച. കാലിക്കോലാണല്ലോ. കുറച്ച് പശുവിനോട് കളിക്കേണ്ട ആളല്ല ഈ ശരിയാ അതന്നെയാ അത് ഉള്ളിൽ വെച്ചിട്ടാണ്. സ്കന്ധമുദ്വഹതി ഗോപതി തുല്യം. അങ്ങനെയാണ് ഗോപതി തുല്യം സ്കന്ധം ഉദ്വഹതി. ഗോപതി തുല്യം ക്ഷുത്പരോജവദനോ വിഷമദ്യഃ. ക്ഷുത്പരോജവദനഃ വിശപ്പ് നല്ല നേദ്യമൊക്കെ വേണം. അപ്പൊ ഇതന്നെ ലക്ഷണത്തിലെ ആയുധത്തില് പ്രധാനമായിട്ട് ഗോപതി എന്നുള്ളതുകൊണ്ട് കാലിക്കോലാണ് കയ്യില്. ആ കാലിക്കോൾ എടുത്ത പ്രായം അപ്പൊ കുറച്ച് വലിയ ആളാണ്. ഇതൊക്കെ ലേശം ശിക്ഷിക്കാനൊക്കെ ഉള്ള പ്രായമായിരിക്കും. അതല്ലല്ലോ വളരെ അതെ 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 അല്ല ഈ അതെ അതെ അല്ല ഏറ്റവും വലിയ തന്റെ അവതാര ഉദ്ദേശങ്ങളൊക്കെ കാണിച്ച പ്രായമല്ല. പിന്നെ കുറെ അടങ്ങുക ചെയ്തത്. പിന്നെ വേദമൊക്കെ ഉപദേശിക്കാനൊക്കെയുള്ള മട്ടിലേക്ക് പോകുമ്പോ മാജിക് കാണിച്ച ചെറുപ്പത്തിൽ. ശരി, അതില് ഈ വൈഖരി വൃത്തിഭാജ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായ പിന്നെ സംഗീതം വേണുനാദം. അതൊരു ധ്യാനം എങ്ങനെയാ വേണുവും കാലിക്കോലും താമരയും കാലിക്കോലും ആമ്രവും കാലിക്കോലും ഇതൊക്കെ കാലി നോക്കാം. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താ? ഒരു കയ്യില് വേണു, അത് വിളിച്ചാൽ ഇയാളിനെ മേക്കാൻ വിട്ടാൽ അത് വിളിച്ചാൽ ഇതൊക്കെ എടുത്തു വരും. പിന്നെ അതിന് തെളിച്ച് വീട്ടിലേക്ക് പോകും. അപ്പൊ വേണുഗാനം കൊണ്ട് ആകർഷിക്കപ്പെടുന്ന കാലികളെ നാഥനാണ് ഈ കാര്യപ്പയ്യ. മറ്റത് രണ്ട് വിധത്തിലെ കൈ പിടിച്ചിട്ടുണ്ട്. അത് ഈ ധ്യാനായല്ലോ അല്ലെ? അതെ അതെ. അതിന്റെ ഈ 8 തൂണുകളല്ലേ? ആ 8 തൂണുകൾ 8 ദേവതയായിട്ടൊക്കെയല്ല. അല്ല അത് അതിനാ അത്ര തത്വമുള്ളതായി ഈ വിധാനം വ്യത്യസ്തക്കായ. അതെ അതെ ഒന്ന് വ്യവസ്ഥയാക്കി. ഗോശാലയിലെ വിധാനം ഈ പറഞ്ഞ വേദം വല്ലാണ്ട് 8 തൂണുകൾ, 4 ഗോപികമാര്, അതില് 4 പശുക്കള്, ഇതൊക്കെ പ്രാണശക്തികളായിട്ടാണല്ലോ. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഈ വിശേഷ കാലഘട്ടത്തില് പശുവിനെ പൂജാമധ്യത്തിലൊക്കെ അതിന് കെട്ടണം. അങ്ങനെയാ ആ കൂട്ടി പൂജിക്കുമ്പോ ഇതൊക്കെ ഒരു പരിവാരം പോലെയാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് കിട്ടേണ്ട ആ ദാമ്പത്യത്തിൽ മരണപ്പെട്ടുള്ള രക്ഷസിന്റെ ചരിത്രം പഴയ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടോ? ഈ 2 ബ്രഹ്മാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഒരു ചരിത്രം ഉണ്ടോ? അതെ അതെ അല്ല, ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ദോഷം എന്ന് പറഞ്ഞാൽ തന്ത്രിക്കൊരു ശക്തി ഉണ്ടാവുക. ഇത് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, എന്തോ അങ്ങനെ എന്തോ ജ്യോത്സ്യന്മാര് പറഞ്ഞിട്ടുണ്ട്. അതിനെ അവായിച്ച് ഇത് ചെയ്യുന്നു പറയുന്നതും ഉണ്ടായിട്ടുണ്ട്. അതെവിടെ ഉണ്ടായിട്ടുണ്ട്, ഇന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. ആ സങ്കല്പത്തിൽ അതിനുവേണ്ടിയാ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതല്ലേ. പിന്നെ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പോയപ്പോ
അങ്ങനെ ഒരു മറ്റേ ഈ കൃഷ്ണന്റെ ആ ഉദ്ദേശത്തോടുകൂടെ ഒരു ആരാധന വന്നാൽ ഏറ്റവും സ്വസ്ഥമാവുക ഈ നാട്ടിലെ ഗോപികമാരാണ്. സ്ത്രീകൾക്കാണ് അതുകൊണ്ട് ഏറ്റവും സ്വസ്ഥത ഉണ്ടാവുക. സംശയമില്ലാത്തൊരു ഒരു നിയമമായിട്ട് മാർജയെ ധന്യരിഷ്ടം വരിഷ്ഠായുഗോ വൈഖരി വൃത്തിഭാജ തീർച്ചയായിട്ടും. അല്ല അത് പിന്നെ ശ്രീ പാദശങ്കരി എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളുന്നതാണ്. അതെ അതെ അതെ. ഒരു പക്ഷേ ഇവിടുത്തെ കൃഷ്ണനെ ഉദ്ധരിക്കാനുള്ള ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടാവും. അതുകൊണ്ടായിരിക്കും മടിയിൽ കയറി ഇരിക്കാനൊക്കെ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഒരു ഉദ്ദേശം തന്നെ ഉണ്ടാവും. കാരണം പിന്നെ അതെ 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 അതെ. എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് കൊടുക്കപ്പെടുന്നു ബാംഗ്ലൂരിൽ നമുക്ക് ഒരു കമ്പല് ഒരു ഹസ്ബൻഡിനോട് കിട്ടുന്നതാണ് രാത്രി എല്ലാം കളിച്ചു പോയി. എനിക്കൊന്നുമില്ലേ ഒരു കൊച്ചു കുട്ടി പറഞ്ഞിട്ടുള്ള അത് പേടിക്കൽ എന്താണെന്നുള്ളത് എന്നൊരു 6,000 ക്ലാസ്സിൽ പുറത്ത് കൊടുത്ത ആളുകൾ ഇങ്ങനെ വരും. അത് അമ്മയ്ക്ക് കൊടുക്കുക ഇവിടെ കൊടുത്താൽ കുഴപ്പമില്ല. എന്റെ ഒരു അമ്മയ്ക്ക് കൊടുക്കും. അത് കാലമായിട്ട് പറയാം. എല്ലാ പ്രശ്നങ്ങളുണ്ട്. അപ്പം ഞാനിത് പറയില്ല. ആ കൃഷ്ണൻ പ്രാധാന്യം മനസ്സിൽ പറയുന്നുണ്ട്. അത് ഇത് തന്നെ ഇതിലേക്ക് തന്നെ മതിയാവുമോ? വേറൊരു സ്ഥാനം വേണോ അത് ഇന്നുള്ളതായെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ആ ഒരു ആനന്ദത്തിലേക്ക് എത്തിയതിനു ശേഷം അതെ അതെ അല്ല അതൊന്നും അവിടത്തേക്കുള്ളതല്ല, അതൊക്കെ ഇവിടുത്തെ തന്നെയാണ്. അല്ലെ ഇവിടത്തെ ആദ്യ ഒരു പ്ലാറ്റ്ഫോം ക്ലിയർ ആക്കിയിട്ട് വേണം അതിനങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ. അതെ ഇത് അവിടുത്തെ അല്ല, ഇത് ഇവിടുത്തെ തന്നെയാണ്. പിന്നെ ഗ്രഹോദയം ജലഭൂതോദയം നന്നായല്ലേ? കുര്യാത് എന്താ നിയമം? എന്താ? കൂപാതേരചനം കരഗ്രഹണം പക്ഷേച്ഛേഖലുപക്ഷതോ ക്ഷിതിരായാതുന്നമൻ മന്ദിര പ്രാകാരാദി ഗ്രഹപ്രവേശനഗരീ പട്ടാഭിഷേകപ്രദ കുര്യാദന്യതഭീഷ്ടം കർമ്മ സലിലം വാമസ്ഥം ഏവം ശുഭം കൂപാതേരചനം കരഗ്രഹണമംബുദ്ധം ച വിദ്യാധ്യയം. വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. ഇപ്പൊ വാമസ്ഥം എന്ന് പറഞ്ഞുകൊണ്ട് വെളുത്തപക്ഷം എന്നുള്ള അർത്ഥം തന്നെയാണല്ലോ. ഇപ്പൊ വെളുത്തപക്ഷത്തിലെ ചന്ദ്രനാണെങ്കിൽ മാത്രമല്ല പൗർണമാസിക്ക് തൊട്ട് പിറകിലുള്ള ചന്ദ്രനായതുകൊണ്ട് യാതൊരു ആശങ്കയും വേണ്ടതില്ല, പറയേണ്ടതില്ല. പിന്നെ ഗ്രഹഗോചരത്തിൽ അങ്ങനെ വല്ല വിഷയങ്ങളും ഉണ്ട് എങ്കിൽ ഗ്രഹഗോചരം കാണിച്ചിട്ടില്ല. അതെ. കൂപാതേ രചനം സ്ഥാനസുഖാനി അഭിവാദ്യതീ എന്നല്ലേ ചന്ദ്രൻ അല്ലേ? 15-12 സ്ഥാനസുഖാനി അഭിവാദ്യതീ.
സമാന ശരീരം. കച്ഛപകുംഭ സമാന ശരീര എന്നുള്ളത് കച്ഛപകുംഭാണോ കച്ഛപത്തിന്റെയും കുംഭത്തിന്റെയും സമാനമാണോ? കച്ഛപ കുംഭ സമാന ശരീരം. കച്ഛപ കുംഭ സമാന ശരീരം. അതെ. കച്ഛപ കുംഭം കച്ഛപവും കുംഭവും. കച്ഛപ സമാന ശരീര കുംഭ സമാന ശരീരം. കച്ഛപ കുംഭ സമാന ശരീരം. കച്ഛപത്തിന്റെ സമാനമായ ശരീരം, കുംഭത്തിന്റെ സമാനമായ ശരീരം. ആമയുടെ സമാനമായ ശരീരം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ എല്ലാ ഇന്ദ്രിയങ്ങളെയും കച്ഛപകുംഭ സമാന ശരീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമണ്ഡുല പാത്രം പോലെ ശ്രേഷ്ഠമാക്കിയിട്ടുള്ള ഒരു തീർത്ഥത്തിന്റെ സങ്കേതം വേണം ഈ ജലത്തെ ഇവിടത്തേക്ക് സംഭരിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത്. സമാന ശരീരം. കുംഭം സന്യാസിയുടെ കുംഭം വ്യാഖ്യാനം തന്നെയാണ്. ഒരു കമണ്ഡലപാത്രം പോലെ തോന്നിക്കണം ഇവിടെ വന്നു കഴിഞ്ഞാൽ, അത്രേ പാടുള്ളൂ. അത് കിണറാണോ എന്ന് ചോദിച്ചാൽ കിണറല്ല, പാത്രം ഉണ്ടാക്കി വെച്ചാണോ എന്ന് വെച്ചാൽ അതുമല്ല. പ്രകൃതിയുടെ ഈ കച്ഛകുംഭത്തിന് സമാനമായിരിക്കുന്ന പാത്രത്തിൽ, കമണ്ഡല പാത്രത്തിൽ വന്നു വീഴുന്ന ഗംഗാ തീർത്ഥം കൊണ്ട് വേണം ഇവിടുത്തെ അർച്ചനാദികൾ ചെയ്യാൻ. അപ്പൊ തീർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളം വേറെയുണ്ട്, അത് അതിന് വേണ്ടതല്ല. ഇതിന്റെ ആചരണത്തിന് വേണ്ടിക്കൊണ്ട് പ്രത്യേകം ഒരു സ്രോതസ് കണ്ടുപിടിക്കുന്നു. അല്ല, കിണർ ഇവിടെ ഇല്ല, തീർത്ഥ കിണർ ഇവിടെ ഇല്ല. ആ തീർത്ഥം ഇവിടെ വന്നു വീഴുന്ന പവിത്രമായൊരു കമണ്ഡലത്തിലേക്ക്, ഒരു സന്യാസിയുടെ കമണ്ഡലം എങ്ങനെയാണോ അതേപോലെയുള്ള ഒരു പാത്രം ഇവിടെ ക്രിയേറ്റഡ് ആയി തീരും. ആ പ്രകൃതിയുടെ പാത്രത്തിലേക്ക് വന്നു വീഴുന്ന പവിത്ര തീർത്ഥം വേണം ഇവിടുത്തെ ആചരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ. അതെ, തെക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്ന തീർത്ഥത്തെ ഇവിടെ വെച്ച് ചെറിയൊരു ഓപ്പറേറ്റ് ചെയ്ത് അതിനെ നമ്മൾക്ക് ആവശ്യമായത് ആ കമണ്ഡലത്തിലേക്ക് സ്വീകരിച്ച് അത് അഭിഷേകാദി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. ശരി. ഉപാധിരചനം, കരഗ്രഹണം. ഒരു വിവാഹ മണ്ഡപം എല്ലാ ആധുനിക സംവിധാനത്തോടും കൂടിയിട്ടുണ്ടാവുന്ന ഒരു വിവാഹത്തിന്, കരഗ്രഹണത്തിന് പ്രാപ്തമായ രൂപത്തിലുണ്ടാവുന്ന ഒരു സങ്കേതം, ഒരു ഓഡിറ്റോറിയെന്നോ എന്തായാലും പറയേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പറയാം, അതിവിടെ ഉണ്ടാവും. ആ ആ ആ അതെ. ആ തീർച്ചയായിട്ടും സംസ്കാരമല്ലേ, തീർച്ചയായിട്ടും. അങ്ങനെ മാത്രമേ വിവാഹമുള്ളൂ. അത് ബ്രാഹ്മണന്മാര് അന്യജാതിക്കാർക്ക് നിഷേധിച്ചതാണ്. അങ്ങയുടെ സമൂഹം അന്യജാതിക്കാരെ നിഷേധിച്ചതാണ്. അഗ്നിസാക്ഷിയായിട്ടുള്ള നമ്പൂരിയുടെ വീട്ടിലാണെങ്കിൽ ഹോമകുണ്ടം, അല്ലെങ്കിൽ ഒരു വിളക്ക്, നിങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞ് നിഷേധിച്ച സമുദായമാണ് നിങ്ങള്. അതെ, നിങ്ങൾ തന്നെ മാറ്റണം അത്, നിങ്ങൾ തന്നെ മാറ്റണം അത്. ആ ഒരു വിവാഹ മണ്ഡപത്തില് പണം വാങ്ങിച്ചുകൊണ്ടല്ല, അങ്ങനെയാണ് വിവാഹ വേദിക്ക് പണമില്ല. അവിടെ വരുന്ന എത്ര സദ്യ ഏൽപ്പിക്കണം അതിനുള്ള പണം മാത്രം കിട്ടി. അതൊന്നും നമുക്ക് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ വൈവാഹികമായ സംസ്കാരം എന്ത്, ഹൈന്ദവമായിട്ടുള്ള അത് നമ്പൂരി മുതൽ
നായാടി വരെയുള്ള സർവ്വജാതിക്കാർക്ക് ഒരൊറ്റ സംസ്കാരം വിധിച്ച മതമാണ് നമ്മള്. ആ മതത്തിൽ അഗ്നിസാക്ഷിയായിട്ട് മാത്രമേ വിവാഹകർമ്മം നടപ്പാവുള്ളൂ. ആ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരാൻ ബ്രാഹ്മണൻ എന്നുള്ള നിലയ്ക്ക് അങ്ങ് തയ്യാറാണെങ്കിൽ വളരെയധികം ബഹുമാനം അങ്ങയോടുണ്ട്. ഒട്ടുമില്ല. ഇവിടെ എന്താ പറഞ്ഞത്? വിവാഹം എന്ന് പറഞ്ഞില്ല, കരഗ്രഹണം എന്നാ പറഞ്ഞത്. അതാണ് വിഷയം. അത്രയേ ഉള്ളൂ. ഈ അവസാനം ഒരു സൂത്രല്ലേ ഉള്ളൂ അല്ലേ? സുപ്രജായ ഹസ്തം. അത് ഈ കൈ അല്ല, നിങ്ങൾ പഠിപ്പിച്ചാണത്. നിങ്ങൾ പഠിപ്പിച്ചാണ്. തീർച്ചയായിട്ടും ആ താലി കെട്ടിയിട്ട് പിടിച്ചോ, കൈ ചുറ്റിച്ചോ, ചുറ്റല്. അല്ല, നിങ്ങളുടെ സമുദായമാണ്. മൈക്കിലല്ലേ ഞാൻ പറയുന്നത്? ഇവിടെ ദേശം മുഴുവൻ കേൾക്കട്ടെ, ഇത് ദേശം മുഴുവൻ കേൾക്കട്ടെ. അല്ല, അത് ഇതിന്റെ ഉത്തരവാദിത്വം ഒരൊറ്റ ജാതിക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഹിന്ദു വർഗം ഇത്രയും അധപ്പതിക്കാൻ ഇതിന്റെ വരേണ്യവർഗക്കാരുള്ള ബ്രാഹ്മണൻ മാത്രമാണ് കാരണം. തീർച്ചയായിട്ടും നമ്മൾ പറയണം. ഇനിയും നമ്മൾ അതിൽ ഒട്ടും അമാന്തിക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ സംവരണ ബുദ്ധി ഇത് ഞങ്ങൾക്ക് മാത്രമാണ്. അങ്ങനെയുള്ള ആ സംവരണ ബുദ്ധിയിൽ ബാക്കി എല്ലാവർക്കും എന്താ വിളക്ക് വെച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് അത്രയും വേണ്ടു. ബ്രാഹ്മണന്റെ ഇല്ലത്തിന്റെ അകത്താവാൻ വലി, നമുക്ക് പുറത്ത് ചെയ്തോ. ഇങ്ങനെ എല്ലാ കാര്യത്തിലും വിവേചന ബുദ്ധിയോടുകൂടെ നിങ്ങൾക്കൊന്നും ഇത് പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സമുദായത്തെ, നമ്മുടെ ഹിന്ദുവിന്റെ സംസ്കാരത്തെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരൊറ്റ വിഭാഗമുണ്ടോ? ഇവരാണ് നമ്പൂരിമാർ. ബ്രാഹ്മണൻ എന്ന് ഞാൻ പറയില്ല. ബ്രാഹ്മണൻ എന്ന് പറയാൻ അധികാരമില്ല. ബ്രാഹ്മണൻ എന്ന് പറയാൻ അർഹിക്കുന്ന ബ്രാഹ്മണന്മാർ കുറച്ചേ ഉള്ളൂ. നമ്പൂരി എന്ന് പറയുന്ന ആ സമുദായമാണ് നമ്മളെ നശിപ്പിക്കാൻ കാരണം. അതിൽ നിന്ന് ഒരു പരിവർത്തനത്തിന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 100% സ്വാഗതം ചെയ്യും. ആയിക്കോട്ടെ, ചായ കുടിക്കാം. പ്രഹോദം പൂരോദയം നാടികാഭിലായില്ലേ? ഇനി ബാലന്നവർദ്ധാരം ആണ് അല്ലേ? ബാലന്നവർദ്ധാരം ഗണ്ണാന്തം ഉണ്ടാ ഇല്ല. ഗണ്ണാന്തം ഉഷ്ണവിഷം എന്ന് വെച്ചാൽ ഉഷ്ണുണ്ട് അല്ലേ? 20 കഴിച്ചൊരു 10 പുര അല്ലേ? ഉഷ്ണുണ്ട്. തിരുവാതിരയല്ലേ? 20 ശേഷം 10 നാഴിക. ഗണ്ണാന്തോഷ്ണ വിശേഷുജ അഷ്ടമി വിഷ്ടി രിക്താസു സ്ഥിരേഷു കരണേഷുജ ഇല്ല. തിഥി നക്ഷത്ര രാശി അംശസന്തോച്ച അല്ലേ? ഇല്ല. 26:45 ഇല്ല. മീനത്തിന് സാവണ്യോർജഷമേഷയോശ്ച മൃഗരാൽ കൗളീരയോ മധ്യമേ
നാട്യേകേവ മൃതിപ്രദേവ ഇതിസാ വർഗോത്തമാംശനിരാഹ. ഇല്ലല്ലേ? വർഗോത്തമാംശം വരൂലേ? വരും. രാശികളെന്നാന്ന് കണക്കൂട്ടല്ലേ? നാട്യേകേവ ഇതിസാ വർഗോത്തമാംശനിരാഹ. 45 കണ്ണാണ് അല്ലേ? 45 വന്നില്ലേ? ഇപ്പൊ രാശി കണ്ണാണ് വർഗോത്തമാംശം. രാശി അംശം ഇതിണ്ടാവില്ല. അപ്പൊ 9:42 ഉണ്ടോ? ഇല്ല, 45 വിനാഴികല്ലേ ഉള്ളൂ. ആ ഇല്ല. ലഗ്നസ്ഫുടം എത്രയാ? 11, 26, 45, 6:40, 6:40 കഴിച്ച 5 ഉണ്ട്. 45 അപ്പൊ പലരുടെ പൂജ്യം 5 ഇല്ല, അത് ശരിയാ. അപ്പൊ 1. അപ്പൊ അംശകസന്ധി ഉണ്ട്. രാശി ഖണ്ഡാന്തം അംശകസന്ധി. അതിനെ 9 കൊണ്ട് വരിക്കാനൊന്ന് പറഞ്ഞു. 6:40 കഴിച്ച 5, 9:5, 45. 60 കുറവല്ലേ? 60 ആ 1 നാഴിക ചൂടെ. ഇത് വർഗോത്തമാംശത്തിൽ വരുന്നത് അതാണ് അതിന് വരുന്നത്. അറവേ കുറവല്ലേ? അറവേ കുറവാ. 9:5, 45. സംശയസന്ധി. പിന്നെ ഗുളികോദയം ഇല്ല. ചക്രാർദ്ദേ ഗ്രഹണേ സാർപ്പശിരസി ഏകാർഗളം സൂര്യസ്ഫുടം 9, 1 ഗുണാർത്ഥം തിരുവാതിര ഗുണാർത്ഥം ഇല്ലല്ലോ. ഏകക്ലേത മൃത്യുദഗ്ധാദിയോഗേഷു ഞായറാഴ്ചയും തിരുവാതിര മൃത്യുദഗ്ധാദിയോഗേഷു പാപദുഷ്ടദേശ ഉണ്ടോ? ഇല്ല. പാപദുഷ്ടദേശ ത്രയോദശ്യാം പ്രദോഷേജ നിശീലേ രവിദർശനേ സംക്രാന്തോജ തഥാ പൃഷ്ടു വിമൽ പ്രത്യയോർമധേ അഷ്ടമേ ചന്ദ്രാരാശോ ജന്മാഷ്ടമ. ഇവിടുത്തെ നക്ഷത്രം സ്വീകരിച്ച പൃഷ്ട നക്ഷത്രം എന്താ? ചൊറിയണം കോള് ചൊറിയണം അശ്വതി. ഐശ്വര്യം അശ്വതി. അശ്വതി ശിവഭരണി കാർത്തിക രോഹിണി മകരം തിരുവാതിര ജലം. അഷ്ടമേതാരാശോ ജന്മാഷ്ടമകദേവിതോ ഇത്യാദി ദോഷകാലേഷു പ്രശസ്യാദിശോ ഇത്യാദി ദോഷേകാലേ അമൃതകരീഷു ഇല്ല. ശുഭാനാമതേ ദൃഷ്ടോ ഇല്ല. മുഹൂർത്തേഷു കേശ ആപ്ത ഉലകമിത്രമകാ വസു. മുഹൂർത്തമായി 12 നാഴിക എത്ര വിനാഴിക? 12 നാഴിക 32 വിനാഴിക. എത്രാം തീയതി? മകരം 2. ആ മകരം 2 കുറവല്ലേ? 28:53. 28:53. 33. അപ്പൊ 27 28 അല്ലേ? ആ 27 28:32 കൊടുക്കും. 29 87. അപ്പൊ 11 കുറയില്ലേ? 88.
11 കുറയണം. ഒരു മുഹൂർത്തത്തില് 11 എന്ന് വെച്ചാല് ശുഭാംഗത്തിൽ നിന്ന് അല്ല, ശുഭാംഗല്ലോ. പിന്നെ എത്ര മുഹൂർത്ത പോയത്? ജലം. അപ്പോ 66 അല്ലേ? 66. 6 മുഹൂർത്തത്തിന് 66. മിത്ര മഖ വസു ജല വിശ്വമുഹൂർത്തം. 6 മുഹൂർത്തം പോകൂലേ? 6 മുഹൂർത്തം പോകൂല. 12 നാഴിക 11 വ്യത്യാസമുള്ളൂ. 15 വേണ്ട. അല്ല, ഒരു മുഹൂർത്തത്തിൽ 11 വിനാഴിക കുറയും. ഒരു മുഹൂർത്തത്തിൽ 11. ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 2 ആണെങ്കിൽ 55 കുറഞ്ഞു. 1:49 ഉണ്ടാവുള്ളൂ ഒരു മുഹൂർത്തം. 1:49 അല്ലേ? 1:49 1:49 5 6 അല്ലേ? 6 1:49 ഏഴാമത്തേല് നിൽക്കും. ആർദ്ര ഉരക മിത്ര മഖ വസു ജല വിശ്വ അല്ലേ? നന്നായി. അപ്പൊ ദോഷങ്ങള് രാശികണ്ഡാന്തം വംശസം 5 ദോഷം. ഗുണത്തില് വിശ്വം. ബാലന്യവർദ്ധിതാരം വന്നതുകൊണ്ട് അതെ, പിത്താശയ രോഗങ്ങൾ ഈ പ്രാദേശികമായിട്ട് ശരീരത്തിന്റെ വയറിനെ സംബന്ധിച്ച്, ഉദര സംബന്ധിയായിട്ട്, പിത്താശയ സംബന്ധിയായിട്ട്, മധ്യഭാഗത്തെ സംബന്ധിച്ച് ഒക്കെ ഉണ്ടാവുന്ന രോഗങ്ങൾ വർദ്ധിക്കാൻ ഇടവരുന്നതും ശിരോരോഗങ്ങൾ വർദ്ധിക്കാൻ ഇടവരുന്നതാണല്ലോ തിരുവാതിര നക്ഷത്രം കൊണ്ട് പറയുന്ന രോഗ വിഷയങ്ങൾ. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് കണ്ണ് 12 സൂര്യനും രാഹുവും. കണ്ണിന്റെ അസുഖം വന്നിട്ട് കണ്ണിന് അപകടം പറ്റുന്ന ഈ പ്രാദേശികമായി കണ്ണ് നഷ്ടപ്പെട്ടു പോവാം. അതെ, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശിരോരോഗങ്ങൾ പ്രായണ കഴുത്തിനുപരിയായിട്ട് ഉപരിഭാഗത്തുണ്ടാവുന്ന രോഗങ്ങളും, പിന്നെ ശരീരത്തിന്റെ വയറ് ഭാഗങ്ങളിലെ മൂത്രാശയം, ഗർഭാശയം മുതലായിട്ടുണ്ടാകുന്ന ഭാഗങ്ങളിൽ വരുന്ന രോഗങ്ങളും വർദ്ധിക്കേണ്ടതിൻ്റെ ഒരു ലക്ഷണം നിലനിൽക്കുന്നുണ്ട്. അതാണ് ബാലാന്നവർജ താരത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ? പിന്നെ ബാലാന്നവർജ താരം ഉഷ്ണദോഷം 10 ചൊവ്വ ഭൗമോവാ ദശമഗതം വിദ്യാഭ്യാം അഗ്നിസംഭൂതം 10 ചൊവ്വ. അതെ, അതെ. 10 ചൊവ്വയിലെ വേണ്ടത് എങ്ങനെയാണ് നിങ്ങളുടെ സർപ്പാഗ്നി ശസ്ത്രബന്ധം കാരണം വീക്ഷതോ രവിർ ബലവാൻ ഭൗമോവാ ദശമഗത അഗ്നിസംഭൂതം. ഇപ്പൊ 10ൽ നിൽക്കുന്ന ചൊവ്വ എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. ഭൗമോവാ ദശമഗത ചൊവ്വയുടെ ദൃഷ്ടി എന്നാണല്ലോ. ഭൗമോവാ ദശമഗത
ശസ്ത്രാഗ്നി ശസ്ത്രബന്ധം ദ്രേക്കാണം വീക്ഷിതോ രവിർ ബലവാൻ. അത് കഴിഞ്ഞല്ലോ. ആ, സൂര്യൻ ദൃഷ്ടി ചെയ്ത് കഴിഞ്ഞാൽ ദശമോപാ ഭൗമോപാ ദശമഗത ദൃഷ്ടി ഉണ്ടായി ഉപയോഗിച്ചുകൊണ്ട് 10 ദശമത്തിൽ ഗമിക്കപ്പെട്ട ചൊവ്വയും 10 ചൊവ്വ നിന്നാലും ഭൗമോവാ ദശമഗത. അയ്യോ വീക്ഷിതോ രവി ബലവാൻ രവി ദ്രേക്കാണം വീക്ഷിത ഭൗമോവാ ദശമഗത. അടുത്തേക്ക് എന്തിനായിട്ട് സപ്പർദി ശസ്ത്രബന്ധം ദ്രേക്കാണം ദ്രേക്കാണം വീക്ഷിതോ രവിർ ബലവാൻ ഭൗമോവാ. എങ്ങനെയുള്ള ചൊവ്വ? ദശമഗത ഭൗമോവ. ദശമഗതം ഭൗമോവ. 10 ചൊവ്വ ആവുന്നൊന്നും പറ്റൂല. 10 മാത്രം ചൊവ്വ നിൽക്കണം. കൃഷ്ണാചാര്യൻ ഇത് കുറച്ചൊക്കെ നമുക്കറിയാം. സർപ്പാഗ്നി ശസ്ത്രബന്ധം ദ്രേക്കാണം. സർപ്പം, അഗ്നി, ശസ്ത്രം ഈ ദ്രേക്കാണമാണോ ഉദിക്കുന്നത് എന്നാണ്. രവിർ ബലവാൻ ഭൗമോവ ദശമഗത. നാടികാപ്പിലായില്ലേ? ഇനി ബാലന്നവർദ്ധാരം ആണ് അല്ലേ? ബാലന്നവർദ്ധാരം ഗണ്ണാന്തം ഉണ്ടാ ഇല്ല. ഗണ്ണാന്തം ഉഷ്ണവിഷം എന്ന് വെച്ചാൽ ഉഷ്ണുണ്ട് അല്ലേ? 20 കഴിച്ചൊരു 10 പുലം അല്ലേ? ഉഷ്ണുണ്ട്. തിരുവാതിരയല്ലേ? 20 ശേഷം 10 നാഴിക. ഗണ്ണാന്തോഷ്ണ വിശേഷുജ അഷ്ടമി വിഷ്ടി രിക്താസു സ്ഥിരേഷു കരണേഷു ഇല്ല. തിഥി നക്ഷത്ര രാശി അംശസന്തോഷ അല്ലേ? ഇല്ല. 26:45 ലഗ്നസ്ഫുടം ഇല്ല. മീനത്തിന് സാഫല്യോ ഗഷമേഷയോശ്ച മൃഗരാൾക്കൗളീരയോ മധ്യമേ നാട്യേകേവ പ്രതിപദേവ യതി സാ വർഗോത്തമാംശാന്വിതാഃ. ഇല്ലല്ലേ? വർഗോത്തമാംശം വരൂലേ? രാശികളെന്നാണ് കണക്കൂട്ടല്ലേ? 45. കണ്ടാണ് 45 വന്നു. രാശി രാശി അംശം ഉണ്ടാവില്ല. ഇല്ല. 40 ഇല്ല. ലഗ്നസ്ഫുടം എത്രയാ? 11, 26, 45, 6:40. 6:40 കഴിച്ച 5 ഉണ്ട്. 45 ഇല്ല. അത് ശരിയാ. അപ്പൊ 1. അപ്പൊ അംശസന്ധി ഉണ്ട്. രാശി ഗണ്ണാന്തം അംശസന്ധി. അതിന് 9 കൊണ്ട് വരിക്കാനൊന്നും പറഞ്ഞു. 6:40 കഴിച്ച 5, 9:5, 45. അറവയിൽ കുറവല്ലേ? അറവയിലൊന്ന് ആ 1 നാഴിക ചൂടേ. ഇത് വർഗോത്തമാംശത്തിൽ വരുന്നില്ല. അതായത് മരുന്ന് അറവി കുറവല്ലേ? അറവി കുറവാ. 9
95 45. ആ. സംശയസന്ധി ഇല്ലേ? അല്ല സംശയം തോന്നില്ലേ? സംശയസന്ധി പിന്നെ ഗുളികോദയം ഇല്ല. ചക്രാന്തേ ഗ്രഹണേ സാർപ്പശിരസി ഏകാർഗളം സൂര്യസ്ഫുടം 9 ഗുണാർത്ഥം തിരുവാതിര ഗുണാർത്ഥം ഇല്ലല്ലോ. ഏകക്ലേത മൃത്യുദഗ്ധാദിയോഗേഷു ഞായറാഴ്ച തിരുവാതിര ഇല്ല. മൃത്യുദഗ്ധാദിയോഗേഷു പാപദുഷ്ടുദേശ ഉണ്ടാവും ഇല്ല. പാപദുഷ്ടുദേശ ത്രയോദശ്യാം പ്രദോഷേജ നിശീലേ രവിദർശനേ സംക്രാന്തോച തഥാ പൃഷ്ടു വിമൽപ്രത്യരോ മധ്യേ അഷ്ടമേ ചന്ദ്രാരാശോ ജന്മാഷ്ടമം. അല്ല ഇവിടുത്തെ നക്ഷത്രം സ്വീകരിച്ച പൃഷ്ട നക്ഷത്രം എന്താ? ചൊറിയണം കോട് ചൊവ്വല്ലേ? ചൊറിയണം അശ്വതി. ശരിയാ. അശ്വതി അശ്വതി ശിവ ഭരണി കാർത്തിക രോഹിണി മകയിലും തിരുവാതിര ഇല്ലല്ലോ. ദോഷകാലേഷു ഇത്യാദി ദോഷകാലേ അമൃതകടീഷു ഇല്ല. ശുഭാനാമതേ ദുഷ്ടോ ഇല്ല. മുഹൂർത്തേഷു കേശ ആപ്ത ഉരക മിത്ര മകാവസു. 12 നാഴിക എത്ര വിനാഴിക? 12 നാഴിക 32 വിനാഴിക. എത്രാം തീയതി? മകരൻ 2. മകരൻ 2 28 28 33 അപ്പൊ 27 അല്ലേ? 27 28 32 29 87 അപ്പൊ 11 88 11 കുറയണം. ഒരു മുഹൂർത്തത്തിൽ 11 വെച്ചാല് ശുഭാംഗത്തിൽ നിന്ന് അല്ല ശുഭാംഗല്ലോ പിന്നെ എത്ര മുഹൂർത്ത പോയത്? ജലം. അപ്പോ 66 അല്ലേ? 66 6 മുഹൂർത്തത്തിന് 66 മിത്ര മഖ വസു ജല വിശ്വമുഹൂർത്തം. 6 മുഹൂർത്തം പോകൂലേ? 6 മുഹൂർത്തം പോകൂന്ന. 12 നാഴിക 11 വ്യത്യാസമുള്ളൂ. 15 അല്ല, ഒരു മുഹൂർത്തത്തിൽ 11 വിനാഴിക കുറയും. ഒരു മുഹൂർത്തത്തിൽ 11. ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 2 ആണെങ്കിൽ 1:49 ഉണ്ടാവുള്ളൂ ഒരു മുഹൂർത്തം. 1:49 അല്ലേ? 1:49 1:49 5 6 1:49 അല്ലേ? 6 1:49 ഏഴാമത്തേല് നിൽക്കും. ആർദ്ര ഉരക മിത്ര മഖ വസു ജല വിശ്വ അല്ലേ? നന്നായി.
ഭേഷജ സിദ്ധാമൃതാദി യോഗേഷു പുച്ഛ ഇല്ല. അപ്പൊ ദോഷങ്ങള് ഉഷ്ണശിക ഇഷ്ടാധിതി രാശികണ്ണാന്തം അംശം ദോഷം ഗുണത്തിലെ വിഷു. ബാലന്നവർദ്ധാരം വന്നതുകൊണ്ട് അതെ പിത്താശയ രോഗങ്ങൾ ഈ പ്രാദേശികമായിട്ട് ശരീരത്തിന്റെ വയറിനെ സംബന്ധിച്ച് ഉദര സംബന്ധിയായിട്ട് പിത്താശയ സംബന്ധിയായിട്ട് മധ്യഭാഗത്തെ സംബന്ധിച്ച് ഒക്കെ ഉണ്ടാവുന്ന രോഗങ്ങൾ വർദ്ധിക്കാൻ ഇടവരുന്നതും ശിരോരോഗങ്ങൾ വർദ്ധിക്കാൻ ഇടവരുന്നതാണല്ലോ തിരുവാതിര നക്ഷത്രം കൊണ്ട് പറയുന്ന രോഗ വിഷയങ്ങൾ. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് കണ്ണ് 12 സൂര്യനും രാഹു എന്തെങ്കിലും ഈ കണ്ണിന്റെ അസുഖം വന്നിട്ട് കണ്ണിന് അപകടം വരുന്നതൊക്കെ ഈ പ്രാദേശിക കണ്ണ് നഷ്ടപ്പെട്ടു പോവാം. അതെ, അപകടത്തിലൂടെ നഷ്ടപ്പെട്ടു ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശിരോരോഗങ്ങൾ പ്രായണ കഴുത്തിനുപരിഭാഗത്തുണ്ടാവുന്ന രോഗങ്ങളും പിന്നെ ശരീരത്തിന്റെ വയറ് ഭാഗങ്ങളിലെ മൂത്രാശയം ഗർഭാശയം മുതലായിട്ടുണ്ടാവുന്ന ഭാഗങ്ങളിൽ വരുന്ന രോഗങ്ങളും വർദ്ധിക്കേണ്ടതിന്റെ ഒരു ലക്ഷണം നിലനിൽക്കുന്നുണ്ട്. അതാണ് ബാലാന്നവർജ താരത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലേ. പിന്നെ ബാലാന്നവർജ താരം ഉഷ്ണദോഷം 10 ചൊവ്വ ഭൗമോവാ ദശമകര വിദ്യാഭ്യാസം അഗ്നിസംഭൂതം 10 ചൊവ്വ. അതെ എങ്ങനെയാണ് സർപ്പാഗ്നി ശസ്ത്രബന്ധം തേക്കാണം വീക്ഷതോ രവിർബലവാൻ ഭൗമോവാ ദശമകഥ അഗ്നിസംഭൂതം. ഇപ്പൊ 10 നിൽക്കുന്ന ചൊവ്വ നല്ലല്ലോ അതിന്റെ അർത്ഥം. ഭൗമോവാ ദശമകഥ ചൊവ്വയുടെ ദൃഷ്ടി എന്നാണല്ലോ. ഭൗമോവാ ദശമകഥ ശസ്ത്രാഗ്നി ശസ്ത്രബന്ധം തേക്കാണം വീക്ഷിതോ രവിർ ബലവാൻ. അത് കഴിഞ്ഞല്ലോ. സൂര്യൻ ദൃഷ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഭൗമോവാ ദശമകഥ ദൃഷ്ടി ഉണ്ടായിട്ടില്ല. സുഖമായിട്ട് പ്രയോഗിച്ചുകൊണ്ട് 10 ദശമത്തിൽ ഗമിക്കപ്പെട്ട ചൊവ്വയും 10 ചൊവ്വ നിന്നാൽ ഭൗമോവാ ദശമകഥ. അയ്യോ വീക്ഷിതോ രവി ബലവാൻ രവി ദ്രേക്കാണം വീക്ഷിത ഭൗമോവാ ദശമകഥ. അടുത്തേക്ക് എന്തിനായത് സപ്തി ശസ്ത്രബന്ധം ദ്രേക്കാണം ദ്രേക്കാണം വീക്ഷിതോ രവിർ ബലവാൻ ഭൗമോവാ. എങ്ങനെയുള്ള ചൊവ്വ ദശമഗത ഭൗമോവ. ദശമഗത ഭൗമോവ ആണെന്നുള്ള ചൊവ്വ പറ്റില്ല. 10 ചൊവ്വ ആണെന്നൊന്നും പറ്റൂല. 10 മാത്രം ചൊവ്വ നിൽക്കണം. കൃഷ്ണാചാര്യൻ കേരളത്തിൽ സർപ്പാഗ്നി ശസ്ത്രബന്ധം ദ്രേക്കാണം. സർപ്പം അഗ്നി ശസ്ത്രം ഈ ദ്രേക്കാണമാണോ ഉദിക്കുന്നത് എന്നാണ്. രവിർ ബലവാൻ ഭൗമോവാ ദശമഗത. അപ്പം സാഹചര്യത്തെ കൊണ്ട് ഇവിടെ 4ലേക്ക് ചൊവ്വാദൃഷ്ടിയും 4ാം ഭാവാദിവന്റെ അനിഷ്ടസ്ഥിതിയും അതുകൊണ്ട് ഈ അഗ്നി കാരണമായിട്ട് ഇടിമിന്നല് കാരണമായിട്ടോ തീപ്പറ്റിയിട്ടോ അങ്ങനെ ഒരു ശനിക്ക് ഭാവാപേക്ഷയില്ലാണ്ട് ചൊവ്വയുടെ വന്ന അഗ്നിഭയം പറയും.
ശനിക്ക് ചൊവ്വയുടെ യോഗം വന്നു കഴിഞ്ഞാൽ ഭാവാപേക്ഷയുടെ ആവശ്യമില്ല. ശരി, അപ്പൊ അതില്ലല്ലോ പോരാ. ശരി, ഈ പിടിക്കാനുള്ള കമ്പ് കൊടുക്കാനെ കുറിച്ചാണ്. മറ്റത് മന്ദേ ഭൗമയുദേതവാ രവിയുദേ ക്ഷേത്രസ്ഥിതേ ജാനയോർഭൂതേ വന്യമേ അഹികുളികോപേക്ഷതേ അഗ്നോപതി. ഇത് ശ്രദ്ധിക്കേണ്ട. ഈ അഗ്നി കാരണമായിട്ട് പ്രദേശത്ത് എങ്ങനെയാ എന്താ ഒരു പ്രയാസം? തീ കൊളുത്തി മരിക്കാന്നോ? തീ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ചൊവ്വാശരികൾ വന്നാ വേറെ ഫല പറയാം. അത് ഞങ്ങളുടെ നാട്ടിലേക്ക് ചൊവ്വാശ ദേശാചാരസ്ഥാവത് ആദോ വിചിന്യ ദേശേ ദേശേ യാസ്തി സൈവകാര്യ അംഗീകരിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ടാവും. 10ാം ഭാവമായതുകൊണ്ട്. അപ്പോ ഈ തെക്കൻ ഭാഗത്ത്, തെക്കൻ പ്രദേശത്ത് അങ്ങനെ ഒരു അഗ്നി കാരണമായിട്ടൊരു വീട് കത്തിപ്പോവുക, അഥവാ വീട്ടിൽ നിന്ന് ആരെങ്കിലും തീപ്പറ്റി മരിക്കുക, കൊളുത്തി മരിക്കുക. ശനികുജന്മാർ നിൽക്കുമ്പോ ഗ്യാസ് പൊട്ടിയിട്ട് അപകടം ഉണ്ടാകുന്ന ശ്രദ്ധിക്കണം. ഗ്യാസ് പൊട്ടുക. ശനിക്ഷേത്രത്തിൽ ഈ 2 ഗ്രഹങ്ങളും ശനിയും ചൊവ്വയും, ഗ്യാസ്, വായു, ഗ്യാസ്. ഈ അഗ്നിയുടെ പല ഫോംസ് ഉണ്ടല്ലോ, ലിക്വിഡ് ഫോംസ് ഉണ്ട്, പലതും ഉണ്ടാവുന്നു. അതൊക്കെ ശ്രദ്ധിച്ചാൽ. അങ്ങനെ കേട്ടിട്ടുണ്ടോ? അത് ശ്രദ്ധിച്ചാൽ ഇതൊക്കെ നിങ്ങൾ ലിസ്റ്റാക്കി തരുന്നത് നന്നായിരിക്കും കേട്ടോ. പ്രാദേശികമായ ദുരിതങ്ങള് ദുർമരണങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും നമുക്ക്. പിന്നെ അല്ല നിൽക്കട്ടെ, ഈ ഒരു നിയമം ഈ പ്രശ്നത്തിൽ ഇവിടത്തേക്ക് വന്നു. ഇവിടെ ഭാവിയിൽ അങ്ങനെ അഗ്നി കാരണമായിട്ട്, ഇടിമിന്നൽ കാരണമായിട്ടോ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ വല്ല പ്രയാസങ്ങൾ ശ്രദ്ധിക്കണം. 10ാം ഭാവമായതുകൊണ്ട് ഈ പ്രവർത്തനത്തിന്റെ മധ്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ഷോക്കടിക്കുക അങ്ങനെയൊക്കെ വരാനാണ്. ഷോക്കടിക്കുക, ഇടിമിന്നൽ കൊണ്ടുവരാം, തീ കൊണ്ടുവരാം, ശ്രദ്ധിച്ചാണ്. ഇടിമിന്നലിന്റെ ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ പ്രദേശത്ത്? ഇടിമിന്നല് ഏൽക്കാന്നോ, വീടിന് ഇടിപറ്റുവാന്നോ, വൃക്ഷം കത്തിപ്പോവുക, ഇടിമിന്നല് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറ. ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുന്നേ. ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ടില്ലേ പറയാൻ? എന്നിട്ടൊന്ന് പറയുന്നു. ഈ അശ്വിനിപാദം തിരുവേനി, ഈ അശ്വിനിപാദമാണല്ലോ. അശ്വിനിപാദം അഗ്നിയല്ലേ? അശ്വനി അഗ്നിസ്തു ത്രിവിധ ഒരു സിദ്ധാന്തം. ഔദര്യം, ആകർജം, ദിവ്യം. യുദ്ധസ്യ പരിണാമരൂപം ഔദര്യം, ആകർജം സുവർണാരി, ദിവ്യം അഭിന്ദനം വിദ്യുതാദി. അപ്പാണ് അതിന്റെ ഇന്ധനം. വെള്ളം നീരാവിയായിട്ട് മേഘമായി തീർന്നിട്ട് അതിൽ നിന്നുണ്ടാവുന്ന അഗ്നിയാണ് ദിവ്യം. ശ്രീപാദം പരിഹാരം എന്നല്ല, ഹൃദയ ഗതിന്ന പ്രാശിത്തമാണ് വിഷയം. സാമാന്യഗതിയിൽപ്പെട്ടല്ല, പ്രാശിത്തമാണ്. അന്വേഷിക്കണ്ടേ? ഇവിടെ ഭാവിയില് ഗൗരവമായിട്ട് ഇപ്പം ഉയർന്ന സ്ഥലത്തു നിന്ന് വരുന്ന ആപത്തുകളെയാണല്ലോ ഇവിടെ 10ൽ ഞാനാണ് പറഞ്ഞുകൊണ്ട് അതിലേക്ക്. അതെന്തിനാ? അല്ല, അത് അങ്ങനെയാണല്ലോ. ഉയർന്ന സ്ഥലത്ത് നിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ പർവ്വതം ഇടിയ, അഗ്നി കാരണമായിട്ടുണ്ടാവുന്ന ആപത്ത്, ഇങ്ങനൊരു വിഷയം. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട. മണ്ണ് നീക്കുമ്പോ മണ്ണിടിച്ചിൽ വരാം. മണ്ണിടിച്ചല്, ഈ പാറ പൊട്ടിക്കുന്ന സമയത്തുണ്ടാവുന്ന സ്ഫോടനം, അതിൽ നിന്ന് പ്രയാസം വരിക. ശൈലഗ്രാവിഗ്രസ്യ സൂര്യവിജയോഹോ മൃത്യുഹോ ഖബന്ധസ്ഥയോഹോ ഖസ്തയോഹോ ബന്ധുസ്ഥയോഹോ ഖബന്ധസ്ഥയോഹോ. പോരാ 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 പോരാ, എല്ലാത്തിനും കൂടി ഒരു മരുന്ന് കൊടുക്കുക അല്ല. ഇത് പ്രായശ്ചിത്തമാണ്. ചെറിയ സംശയഗ്രസ്തമായിട്ട് റിസ്ക് ഉള്ളതാണെങ്കിൽ അവിടെ അങ്ങനെ ഉണ്ടാവില്ല. ഈ പണി എടുക്കുന്ന ആൾക്കുണ്ടാവില്ല. അവിടെ ചിലപ്പോൾ മാന്തി അപ്പുറത്ത് ഇടിയുന്നൊക്കെ ഒരു തോന്നിച്ചൊക്കെ അല്ല, അതൊക്കെ മനസ്സിലായി. അല്ല അങ്ങനെയല്ല, അത് അതാ അത്
അതെ അതെ. നമ്മൾക്ക് ഇതിപ്പോ നിസ്സാരമായ ഒരു കാര്യമാണ്. ഇതിലൂടെ എത്തപ്പെടേണ്ട ഒരു ദേവതാ കൽപ്പന അത് ഒന്നുകിൽ സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ ഭൈരവൻ. ഇതില് സുബ്രഹ്മണ്യന് കുറച്ച് അധികം പോയിന്റ് വർദ്ധിക്കും മേഷാംശകായത്. മേഷാംശകം ചെയ്ത ഗ്രഹമാണ്. ഈ ദേശത്ത് അങ്ങനെ സുബ്രഹ്മണ്യ ഉപാസന ചെയ്ത വല്ല പ്രസിദ്ധമായ കുടുംബവും അറിയാവോ ആർക്കെങ്കിലും? പണ്ട് കാവടി പൂജ ചെയ്യുക, പിന്നെ പഴനിയിൽ ദർശനം ചെയ്യുക, അതിനുവേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള സുബ്രഹ്മണ്യ ഉപാസനയ്ക്ക് ആദ്യം ചോദിക്കട്ടെ, വല്ല സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളും ഉണ്ടോ പരിസരത്ത്? നമ്മുടെ ഗ്രാമത്തില് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളില്ലല്ലോ. ഇവിടെ തന്നെ 10ാമത്തെ രാശിയായുണ്ട്. ഇവിടെ ഈ സുബ്രഹ്മണ്യ ആരാധന ചെയ്യുന്ന വീടുകളോ? സുബ്രഹ്മണ്യൻ എന്തായാലും നമുക്ക് ചർച്ചയിൽ വരുന്നൊരു ഉപാധിയാണ് അല്ലെ. അത് പ്രധാനമായിട്ട് 10ാമത്തെ രാശി പാതകാലത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രാമം. ഇപ്പം ഭൂമിയുടെ ഉടമാവകാശമുള്ള കുടുംബത്തിൽ സുബ്രഹ്മണ്യൻ ഉണ്ടായിരുന്നു. 9ാം ഭാവം അതാണല്ലോ നമുക്ക് വേണ്ടത്. അതല്ലേ നമുക്ക് വേണ്ടത്. 2ാം ഭാവാധിപനോട് ചേർന്ന് നവാംശകം ചെയ്ത ചൊവ്വ അത് മുടക്കി കളഞ്ഞിട്ടുണ്ട് നിങ്ങള്. ആ ആചരണം മൊത്തമായിട്ട് മുടക്കി കളഞ്ഞു. ഇല്ല. അതിന്റെ വ്യക്തമായ ഒരു ഉപാധി വീട്ടിലുണ്ട്. പടമല്ല ഉണ്ട്, വീട്ടിലുണ്ട്. ശൂലാവാം, വേല്, ശൂലം, വേലാവാം. വേലരാശിയാണ് ശൂലോ വേലോ. പടമുണ്ട്. പോരാ. എന്തെങ്കിലും ദേവന്റെ പ്രതീകാത്മകമായിട്ടുണ്ടാവുന്ന വല്ല ഉപാധിയും വീട്ടിലുണ്ട്. അത് ലോഹത്തിന്റെ സാധനമാണ്, ചിത്രമല്ല എന്ന് പറയാനുള്ള കാര്യം അതാണ്. ലോഹത്തിന്റെ ഉപാധിയാണ് അത്. പഴനി മുരുകനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉപാധി വീട്ടിലുണ്ട്. കുടമുണ്ട്. മതിയോ? പഴനി പോയിരുന്നു എന്ന് വെച്ചാൽ സുബ്രഹ്മണ്യ ഉപാസന ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 12ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന സമയത്തുണ്ടാവുന്ന ഇപ്പോ അവിടുന്ന് മാറണം എന്നുള്ള താല്പര്യം ഉണ്ടോ? ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തിൽ നിന്ന് മാറണം. ഓ, ഇവിടത്തെ കാര്യം ഇവിടെ എവിടെയാ? ഈ വടക്ക് ഭാഗത്ത് പറഞ്ഞ കുടുംബല്ലേ ഇത്? ഓ ശരി. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ധാരാളം ചർച്ച ചെയ്ത് മനസ്സിലാക്കി കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? പ്രശ്നത്തിൽ ചർച്ച ചെയ്തതെല്ലാം കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്തോ ഒരു വേണ്ടത്ര നമുക്കൊരു ഫലം കിട്ടാത്ത ഒരു രാശിയായിട്ടല്ലേ അത് വന്നത്. രാശി ഭയം അർക്കോ ലഗ്നകഥ. ഇനി എന്താ സംഭവിക്കുക? രാഹു മേടരാശിയായിട്ട്
രാഹുവിന്റെ ബന്ധം വരുമ്പം ഇവർക്ക് വല്ല സർപ്പഹേതുകമായ വല്ല വിഷയങ്ങളും സർപ്പഹേതുകമായിട്ടുള്ള വിഷയവും പിന്നെ ഈ വിശിഷ്ടമായിട്ടുള്ള അവിടെ ആരാധിച്ചിട്ടുണ്ടാവൂലേ? അതിപ്പോ വേണ്ട വെച്ചു. അവിടെ ഉണ്ട്, കാവുണ്ടോ? കാവൂട്ടുണ്ട്. അതിന് വല്ല ജീർണത വിഷയങ്ങളോ കാവിൽ അങ്ങനെ പ്രയാസങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. സർപ്പസംബന്ധിയായിട്ടുള്ള ദോഷം നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതെ, അധിപനായ ഗ്രഹം ബാധയിൽ പോയില്ലേ? ഈ ഏഴാം ഭാവം ഏഴിൽ കേതു അങ്ങനെ വല്ലൊരു ക്ലേശങ്ങളൊന്നും കുടുംബത്തിൽ സംഭവിച്ചു പോയാൽ അല്ല, അതിപ്പം അങ്ങനെ പ്രത്യക്ഷമാക്കേണ്ട കാര്യമല്ല. എന്തായിരുന്നാലും ഈ ദൈവികമായിട്ടുള്ള പ്രവർത്തനങ്ങളില് പിന്നെ പ്രചോദയരാശിയായിട്ട് പാപയോഗം വരുന്ന സമയത്ത് മൊത്തം ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. 12-ലെ വ്യാഴം. അതെ, സൂര്യരാഹുക്കൾ നിന്ന് കഴിഞ്ഞാൽ പൈശാചികം. ഉദയത്യുടുവേ അസുരാസ്തകേ സപിശാച സോപ്ലവന്ദനേ രവാഉദയസ്ഥേ. ഏഴാം ഭാവത്തിലാണ് സൂര്യരാഹുക്കൾ എങ്കിൽ അത് കാരണമല്ലേ ധനം നഷ്ടപ്പെടുന്നു. അപ്പൊ ലഗ്നത്തിലാണെങ്കിലോ അത് കാരണം നഷ്ടപ്പെടണ്ടേ അല്ലേ? അർപ്പിതധനോ മദനേഹി ഭാന്യോ എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ സൂര്യരാഹുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ജീർണതയെ, ദാരിദ്ര്യത്തെ ഒരു കാണിക്കുന്ന ലക്ഷണങ്ങളാണെങ്കിൽ ഈ തരത്തിലുള്ള ദുരിതത്തിന്റെ വർധനവ് മനസ്സിലാക്കി പരിഹരിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾക്ക് ലഭിക്കേണ്ട സുഖവും സൗഖ്യവും ഐശ്വര്യവും മുഴുവനും മറ്റുള്ളവരെ അപഹരിച്ചു പോകുന്ന, മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ കാരണമായിട്ട് അനാഥപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് കേട്ടോ കുടുംബത്തില്. നമ്മൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും നമ്മൾക്ക് കിട്ടേണ്ടതാണ്, നമുക്ക് അനുഭവിക്കേണ്ടതാണ്. പക്ഷെ അതൊക്കെ മറ്റുള്ളതിൽ അർപ്പിച്ചു പോവുക. അർപ്പിതധനോ മദനേഹി ഭാന്യോ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അത് വളരെ വ്യക്തമായ രൂപത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായ സാമ്പത്തിക ഗുണം ആവട്ടെ നമുക്ക് അനുഭവയോഗ്യമല്ലാതെ ഉപകാരശൂന്യമായിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് കുടുംബത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം സ്ഥലത്തിന്റെ ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു നിയന്ത്രണം നമ്മളുടെ ഭാരതത്തിന്റെ വിഷയത്തിൽ 12-ൽ വ്യാഴം നിൽക്കുമ്പോൾ 6-ാം ഭാവം 2 നിൽക്കുമ്പോൾ ലഭിച്ച ധനം നമുക്ക് എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ ശ്രദ്ധിച്ചു. ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ അനാവശ്യ ചെലവുകളിലേക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ ശ്രദ്ധിച്ചാണ്. അതിന് നേരെയാവേണ്ട ഒരു വിഷയം സുബ്രഹ്മണ്യ ആരാധന നേരെയാവേണ്ടതുണ്ട്. അതിന്റെ ഒരു കുടുംബപരമായിട്ടൊരു ഭഗവതിയുടെ ലക്ഷണം ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ ഈ സ്ഥലത്തിന്റെ നമ്മൾ പ്രധാനമായിട്ട് കണ്ടിട്ടുള്ള ആ ശിവന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സർപ്പസംബന്ധിയായിട്ടുള്ള ആചരണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ അധീനമായിട്ടുണ്ടാവുന്ന ഭൂമിയിൽ 2 സർപ്പക്കാവുകളുണ്ട്. 2 സർപ്പക്കാവുകൾ നമ്മുടെ അധീനതയിലുണ്ട്. 2 സർപ്പക്കാവ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സർപ്പാരാധന ചെയ്യാനുള്ള 2 സ്ഥാനമുണ്ട്. ഒരെണ്ണം പൂർണ്ണമായിട്ടും നമ്മുടെ അധീനമായിട്ടുണ്ടാവുന്ന ഭൂമിയിൽ 2 നാഗസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു സ്ഥലത്ത് ആരാധിക്കുന്ന 2 നാഗങ്ങളല്ല. നാഗരാജാവും നാഗകന്യയല്ല. നാഗരാജാവും നാഗകന്യയെ ആയിട്ട് ആരാധിക്കുന്ന 2 കാവുകൾ തന്നെ നിങ്ങളുടെ അധീനതയിൽ. 2 ദിക്കിലായിട്ട്
രണ്ട് സെറ്റായിട്ട് അങ്ങനെ ആരാധിക്കുന്ന ഒരു സ്വഭാവം ഈ ചൊവ്വാഴ്ച ഒന്ന് ജലാശയത്തിന്റെ അടുത്തും ഒന്ന് മറ്റൊരു സ്ഥലത്തുമായിട്ടാണ് രണ്ട് ആരാധന ഉണ്ടാവുക. ഈ ഭൂമിയിലെ ജലാശയം ആ നിങ്ങളുടെ ആയിരുന്നോ പണ്ട്? ഒറ്റഭൂമി ആയിരുന്നോ? അങ്ങനെ വരുമ്പോ രണ്ട് കാവാകുമോ? അത് തറവാട്ടിലുണ്ട്, മറ്റൊരെണ്ണം കൂടി ഉണ്ടാവുമോ ഭൂമിയില്? ജലാശയത്തിന്റെ അടുത്ത അതിന് അഞ്ചാം ഭാവാധിപതിക്ക് രാഹുവിന്റെ സമ്പർക്കം വരുമ്പോ നല്ല വഴിക്ക് നീങ്ങേണ്ടതായ സന്താനങ്ങളുടെ ബുദ്ധിയെ വികലമാക്കി അബദ്ധസഞ്ചാരം ചെയ്യാനുള്ള ഇട ഉണ്ടാക്കി തീർക്കും കുടുംബത്തില്. നമ്മള് കുട്ടികളൊക്കെ നേരെയാവണം, നന്നാവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവര് മറ്റെന്തെങ്കിലും വഴിയിലേക്ക് ഒക്കെ മാറിപ്പോകുന്ന അവസ്ഥ ഭാവിയിൽ വരാതിരിക്കാനൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അമ്മയാണോ ഇപ്പൊ ഈ കാര്യത്തിന്റെ ഒക്കെ നേതൃത്വം വഹിക്കുന്നത്? അല്ല, ഈ ഇത്തരം കാര്യത്തിലേക്കൊന്നും ഞങ്ങൾക്ക് ഇടപെടേണ്ടതില്ല. പക്ഷെ അമ്മ ആ കാര്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് ഈശ്വരീയമായൊരു ചടങ്ങാണല്ലോ ഇവിടെ. അല്ല, കാവില് കൊടുക്കുന്നതല്ല. ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ സ്ഥലത്തിനെ സംബന്ധിച്ചുണ്ടാവുന്ന അഗ്രിമെന്റുകളും കാര്യങ്ങളും ഒക്കെ ചിന്തിക്കുന്ന സമയത്ത് അതിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധിക്കാറുണ്ട്. ശ്രദ്ധിക്കപ്പെടാത്ത കുറെ സ്ഥാനങ്ങളും കൂടി ഉണ്ടോ എന്ന് സംശയമുണ്ട്. ആ അതെ, മക്കൾ എത്ര വലുതായാലും അമ്മ അമ്മ തന്നെയല്ലേ. ഒന്നുകൂടി ഒന്ന് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അല്ല, ഇതിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാലാം ഭാവാധിപന്റെ ആശ്രയസ്ഥാനാണല്ലോ. ഇതെല്ലാം കൈമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ മനസ്സ് ക്ലേശിക്കരുത്. അങ്ങനെ ക്ലേശിക്കേണ്ട ഒരു സാഹചര്യം വരും. എല്ലാം കഴിഞ്ഞതിന് ശേഷം അയ്യോ ഇങ്ങനെയാണല്ലോ ഇത് സംഭവിച്ചത് എന്നുള്ളത് വരും. അപ്പൊ ഇപ്പൊ ഇതിന്റെ അധികാരികളായിട്ടുണ്ടാവുന്ന ഈ മറ്റേ ശ്രീപാദശങ്കരി ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായിട്ട് നേരിട്ട് തന്നെ ചർച്ച ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എന്താണോ ഞാൻ നേതൃത്വം കൊടുത്ത് എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാൻ ചെയ്യിച്ചു തരാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾ എത്തണം. അങ്ങനെയാണെങ്കിൽ ഭാവിയിലേക്ക് യാതൊരു ക്ലേശങ്ങളും ഉണ്ടാവില്ല. അല്ല എങ്കിൽ പലതും കൈവിട്ടുപോയി എന്ന് കൈമലർത്തേണ്ടതായിട്ട് വന്നേക്കും. ഇപ്പൊ കുടുംബം മൊത്തം ഒന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്, നിങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്. ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട സാഹചര്യം വന്നതുകൊണ്ട് ചർച്ച ചെയ്തു. ഈ ആ ഉപാസന ചെയ്തിരുന്നു എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ഭർത്താവാണോ അല്ലെങ്കിൽ ഭർത്താവാണ്. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ആത്മാവിനെ ക്ഷേത്രപിണ്ഡാദി ക്രിയകളൊന്നും ചെയ്തിട്ടില്ലേ? ചെയ്തു. എന്താ ചെയ്ത്? ബലിയിടുന്നുണ്ട്. പഴനി പോയിട്ടുണ്ടോ? മരണശേഷം പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനകളോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ? നിങ്ങൾ ഒന്ന് വീട്ടിൽ തന്നെ ഒന്ന് പരിശോധിക്കുക. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പൂജാമുറികളോ അത്തരം കാര്യങ്ങളോ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പഴനിയിലേക്ക് എന്ന് മാറ്റി വെച്ചിട്ടുള്ള ഒന്നുകിൽ നാണയങ്ങളോ അല്ലെങ്കിൽ ലോഹ സാധനങ്ങളോ വീട്ടിൽ ഭദ്രമായിട്ട് ഇരിക്കുന്നത് കാണാൻ സാധിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ അതെടുത്തിട്ട് പഴനിയിൽ സമർപ്പിക്കുന്ന ഒരു സംവിധാനം കൂടെ ചെയ്യേണ്ടതുണ്ട്. പ്രായശ്ചിത്തത്തിൽ ഉൾപ്പെടുത്തണം. ബലം സ്ഥാനബലം എല്ലാം ഉള്ളവരാ. ശനിയും ചൊവ്വയും
സ്വക്ഷേത്രാംശം ചെയ്ത ബലവാനായ ഗ്രഹം രണ്ട് തലം ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, രണ്ട് സെക്ഷനായിട്ട് കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഭൂമിയായിട്ട് ബന്ധപ്പെട്ട ദേവതാ കാര്യങ്ങളെ പ്രത്യേകമായിട്ടൊരു സെക്ഷനായിട്ടും ഇവിടേക്ക് ആനയിക്കപ്പെടുന്ന ഇവിടത്തേക്ക് പ്രതിഷ്ഠിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ദേവതകളെ മറ്റൊരു സെക്ഷനായിട്ടും ചിന്തിച്ചൂടെ? ഇപ്പോ ഉദാഹരണത്തിന് ആഭ്യന്തരമായിട്ടുള്ള ദേവതകൾ ഒരു ക്ഷേത്ര സംവിധാനത്തിലാണ് അങ്ങ് ഡിസൈൻ ചെയ്യുന്നത് വയ്ക്കുക. ആ ക്ഷേത്രത്തിന്റെ പ്രധാനമായ ദേവത ഇപ്പൊ ശ്രീപാദ ശങ്കരി ആ ദേവിയാണ്. ആ ദേവിയായിട്ട് ബന്ധപ്പെട്ട ദേവതകളെ നാലമ്പലത്തിന്റെ അകത്ത് പരിധിക്കകത്ത് ആരാധിച്ചാൽ അതിന്റെ പരിധിക്ക് പുറത്ത് പ്രത്യേകമായൊരു പരിധി മറ്റൊന്ന് കൽപ്പിച്ചുകൊണ്ട് അവിടെ സ്ഥലദേവതകളെ ആരാധിക്കുന്നതിൽ എന്താ? ചിന്തിക്കേണ്ടത് അല്ല, ചിന്തിക്കേണ്ടി വരും അത്. കാരണം ഈ 3 ദേവതകളുടെ സാന്നിധ്യം സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അനിഷേധ്യമാണ്. ബുധൻ, ചൊവ്വ, ശനി. അപ്പൊ ഈ സുബ്രഹ്മണ്യന്റെ ഉപാസനാ വിഷയം കേവലം ഒരു കുടുംബത്തിൽ വ്യക്തിഗതമായിട്ടാണ് ഉള്ളത് എന്ന് വിശ്വസിക്കാനുള്ള തെളിവ് പോരാ. ഇദ്ദേഹത്തിന് ഇവരുടെ ഒപ്പം ഭർത്താവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇത് ഉപാസിക്കണമെങ്കിൽ പൂർവ്വ കാലഘട്ടത്തിലെ പരമ്പരാഗതമായിട്ട് ഈ സുബ്രഹ്മണ്യ ഉപാസനയുടെ ബന്ധം കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഈ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തോടുകൂടെ ഇവരുടെ കുടുംബത്തിൽ മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഏറെ അനുഭവിക്കുന്ന ലക്ഷണമുണ്ട്. അത് അവരുടെ കാര്യമായതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കണ്ട. പക്ഷേ നമ്മളുടെ ഉദ്ദേശം ഇവിടെ ഒരു ഭാവി ഒരു ക്ഷേത്ര പദ്ധതി ആവുന്ന സമയത്ത് ആ ക്ഷേത്രത്തിന്റെ ആഭ്യന്തര കലഹങ്ങൾക്കോ അല്ലെങ്കിൽ മാനസികമായ അസ്വസ്ഥതകൾക്കോ അടിമത്വത്തിനോ കാരണമാവാതിരിക്കാൻ ഈ ദേവതയെ സ്വസ്ഥമാക്കേണ്ടത്. അപ്പൊ അത് ഏത് തരത്തിൽ ആണെന്ന് വെച്ചാൽ 3 ദേവതകളെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഒന്ന് ശാസ്താവാണ്, ആദിമശാസ്താവാണ്. ആദിമശാസ്താവ്, ശുദ്ധമായ ശാസ്താവ്. ശാസ്ത്ര ആദിഭൂദേശ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അതെങ്ങനെയാന്ന് വെച്ചാൽ അതൊക്കെ ശില്പശാസ്ത്രം നമ്മളോട് ചർച്ച ചെയ്യണ്ടേ? അദ്ദേഹത്തിന് നമ്മളോട് ചർച്ച ചെയ്യാലോ. നമ്മൾ അദ്ദേഹത്തിനോട് സ്വാംശീധവാസ്വാലി സ്വസ്ഥമാണ്. ആദിമശാസ്ത്രാവ് എന്ന് വെച്ചാൽ അതിന്റെ ആദിയിൽ മറ്റൊരാളില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ശാസ്ത്രാവ്. രണ്ടാമത്തത് സുബ്രഹ്മണ്യൻ, മൂന്നാമത്തത് കൃഷ്ണൻ. അതെ അതെ, ഈ 3 ദേവതകളെ സ്ഥലപരമായിട്ടുണ്ടാവുന്ന ബാധ്യതയിൽ നമ്മൾ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ കുലപരമായിട്ട് ശ്രീപാദ ശങ്കരിയുടെ കുലത്തെയാണ്. ആ കുലത്തെ ആരാധിക്കുന്ന സമയത്താണ് അതിൽ ആരെല്ലാം അതെല്ലാം ആ ബന്ധത്തിൽപ്പെട്ട പരിധിയുടെ അകത്ത്. അതെ, അതെ. ഇനിയിപ്പോ അവരുടെ കുലത്തെ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഈ കുലത്തെ ശ്രീപാദ ശങ്കരി പീഠത്തിൽ ഏതെല്ലാം ദേവതകൾ ഇവിടത്തേക്ക് മറ്റേ ആചരണത്തിന് വേണ്ടി വെക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് അത് ആ കുലത്തിന്റെയാണ്. ആ ദേവതാ കുലം ഉണ്ടല്ലോ, ആ കുലത്തിൽ ബന്ധപ്പെട്ടുള്ള ദേവതാ കാര്യങ്ങളാണ്. ഇപ്പൊ നവനീത കൃഷ്ണന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ദേവതകളെ മുഴുവനും ആ കുലത്തിൽ തന്നെ ആഭ്യന്തരമായിട്ട് ആ തന്ത്രത്തിന്റെ കുലത്തിൽ തന്നെ ആരാധിക്കണം. അപ്പം ഭാവിയിൽ മറ്റേതെങ്കിലും ഒരു കാലഘട്ടത്തിലോ അഷ്ടമംഗല പ്രശ്നമോ ശില്പശാസ്ത്ര പരിശോധനയോ തന്ത്രിമാരുടെ സദസ്സോ വന്നു കഴിഞ്ഞാൽ ഈ ദേവതകൾ ഇവിടെ എങ്ങനെ എന്ന് ചോദിക്കാനുള്ള ഒരിടം ഉണ്ടാവരുത്. ഈ പഞ്ചായത്ത് വിധി പോലുള്ളതായ വിധികളിലേക്ക് യോജിപ്പിച്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്തുകൂടെ?
ഈ ദേവതകൾ. അത് തന്ത്രശാസ്ത്രവും ശില്പശാസ്ത്രവും പക്ഷേ ഈ ഗ്രഹങ്ങള് ബലവാന്മാരായി നിൽക്കുന്ന ഗ്രഹങ്ങളാണ്. ചൊവ്വക്കും ശനിക്കും ബുധനും സാമാന്യേന ബലമുള്ളത് കൊണ്ട് ഇവകൾ സ്ഥലബന്ധത്തിൽ സ്വതന്ത്രമാണ്. ദിഗ്ബലവാനാണ്. 10 ചൊവ്വയ്ക്ക് സ്ഥാനങ്ങളുണ്ട്, ദിഗ്ബലമുണ്ട്. ഈ സ്വന്തം ബലയുക്തമായ ഗ്രഹങ്ങൾ അതാത് ധർമ്മം സ്വതന്ത്രമായി നിന്ന് പോഷിപ്പിക്കും. മറ്റേതിനോട് കൂട്ടാൻ പറ്റില്ലേ? അല്ല, ഈ പഞ്ചായന വിധി എന്നൊക്കെ പറഞ്ഞ അല്ല അത് തന്ത്രത്തില് ഇതിനൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള പദ്ധതി. പക്ഷേ ഇത് രണ്ടും ജോത്സ്യർ പറഞ്ഞ പോലെ 2 ഭേദകുലങ്ങളുണ്ട്. ഒന്ന് സ്ഥലബന്ധിയാണ്, ഒന്ന് ഉപാസനാബന്ധമാണ്. ഇത് ഏത് കാലവും ഈ ശ്രീപാദശങ്കരി പീഠം സ്ഥാപിക്കുന്നതിന് മുൻപ് ഈ സ്ഥലത്തുണ്ടായതാണ് എന്നുള്ള പ്രസിദ്ധി ഏത് കാലവും ശാസ്ത്രപരിശോധനയിൽ കാണണം. കണ്ടാലേ പൂർണ്ണമാവും. അങ്ങനെ ഉണ്ടല്ലോ ധാരാളം സ്ഥലങ്ങൾ. അതായിരുന്നു ആദ്യം എന്ന് പറയുന്ന രീതിയിൽ എത്രയോ ഇങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല എങ്കിൽ ഭാവിയിൽ നമ്മൾ ക്ഷേത്രത്തിന്റെ ആരാധന തുടങ്ങുമ്പോൾ ഉണ്ടാവുന്ന എന്തെങ്കിലും വൈഷമ്യങ്ങൾ വരും. ആ സമയത്ത് നിങ്ങൾ അഷ്ടമംഗല പ്രശ്നം വയ്ക്കും. ആ സമയത്ത് പറയും ഇവിടെ ഇങ്ങനെ ഒരു ദേവതയുണ്ട്, അതിനെ പ്രതിഷ്ഠിക്കാത്തതാണ്. അപ്പൊ പിന്നെ അതിനു വേണ്ടി മറ്റൊരു പ്ലാൻ തയ്യാറാക്കും. അപ്പൊ ക്ഷേത്ര ഘടനയ്ക്ക് വിരുദ്ധമാവും. ഇത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 3 ശക്തിവിശേഷങ്ങളെ ഇവിടെ ആചരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രപഞ്ചം, ഈ ഭൂമി, പ്രപഞ്ചം എന്ന് പറയുന്ന ഈ പ്രദേശം ഇതിലെന്ത് വരും, സന്തുലിതമായ അവസ്ഥയെ പ്രാപിക്കും. അപ്പൊ ക്ഷേത്രദേവത ഏതാ വരിക? ശ്രീപാദശങ്കരിയുടെ ഉപദേവതാ സ്ഥാനത്ത് നിൽക്കുന്നതല്ലാതെ നാലമ്പലത്തിൽ അകത്ത് പാടില്ലാത്ത ദേവതകൾ, പുറത്ത് സ്വതന്ത്രരായിട്ട് വിരാജിക്കേണ്ട ദേവതകൾ. അത് സ്വതന്ത്രമാണ്. അതൊരു ദേവതയുടെ അണ്ടറിൽ നിൽക്കുന്നതല്ല. ഗോശാലകൃഷ്ണൻ സ്വതന്ത്രമായി. ഉച്ചാംശമുള്ള ശനിയാണ്. സ്വയം ദ്രപതി. ഇത് ഞാൻ സ്വന്തം രാജാവെന്ന് പറയുന്ന ഒരാൾക്ക് തലവലിക്കൂല. പുറത്തെ ബലിവട്ടത്തിന്റെ പുറത്തുള്ള ദേവതകളെയാണ് നമ്മളിപ്പം ചിന്തിക്കുന്നത്. ചെയ്യാം. രണ്ട് സെക്ഷനല്ല, 2 ഭൂമി എന്നല്ല പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. 2 സെക്ഷനാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ശ്രീപാദശങ്കരിയുടെ ക്ഷേത്രം നമ്മൾ ചെയ്യുന്നു. അതിന്റെ കന്നിപഥത്തിൽ ശാസ്താവിനെ ഉപദേവതാ സ്ഥാനമായിട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശാസ്താവിനെ പ്രതിഷ്ഠിക്കാൻ അങ്ങനെ പറ്റില്ല. അങ്ങനെ പറ്റില്ല. ശ്രീപാദശങ്കരിന്റെ സ്വതന്ത്രാണ്. ഈ സാങ്കോ അല്ല, സ്വതന്ത്രാണ്. അപ്പൊ അതങ്ങനെ ആലോചിക്കാം. ആലോചിക്കണം. ഇപ്പൊ ശാസ്ത്രത്തിന്റെ അഭ്യന്തര പരിശോധനയില് അറിയുന്ന ആൾ വിചാരിച്ചാൽ ഇതൊരു സ്വതന്ത്രമാണെന്ന് അവർക്ക് മനസ്സിലായാൽ ഇതിന്റെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വരുന്ന പ്രശ്നം എന്ന് വെക്കുക. ആ ശേഷം വരുന്ന പ്രശ്നത്തിൽ സ്വാഭാവികമായിട്ട് ജ്യോതിഷം പോകുക എങ്ങോട്ടാ? തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ ശാസ്താവിന് വേണം, ശാസ്താവിന് സ്ഥാനം വേണം എന്നല്ലേ പറയാ. അതെ, അങ്ങനെ വേണം. ഈ 3 ഈ ഗ്രാമത്തിന്റെ
ഇവിടെ താമസിക്കുന്ന കുടുംബജനങ്ങളുടെ ഈ ഗ്രാമത്തിന്റെ ശ്രേയസ്സിനും ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് ഈ 3 ദേവതകൾ. അല്ല, മറ്റേതെന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നു. അപ്പൊ ഈ സ്ഥലത്ത് ആരെല്ലാം ഉണ്ട്? ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു, ഞങ്ങളെ അവഗണിച്ചിട്ട് അവര് വന്നു എന്ന് പറയുന്ന ആ ഒരു വിഭാഗീയത ഒട്ടും പാടില്ല. അങ്ങനെ ചിന്തിക്കാനാണല്ലോ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ വ്യത്യസ്ത തലങ്ങളിലേക്ക് പോകണം. 2 സെക്ഷൻ എന്ന് പറഞ്ഞു. ആ 2 സെക്ഷൻ തന്നെ, ഇപ്പോഴും 2 സെക്ഷൻ തന്നെ, അപ്പോഴും 2 സെക്ഷൻ തന്നെ. പദം സ്വതന്ത്രത്തിലേക്ക് നമുക്ക് ബലിവട്ടത്തിന് പുറത്തായിട്ട് ചെയ്യാം. അതെ. ഇപ്പൊ പുറത്തെ ബലിവട്ടത്തിന്റെ പുറത്തുള്ള 3 ദേവതകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സുബ്രഹ്മണ്യനാണ്, ഒന്ന് ശാസ്താവാണ്, ഒന്ന് കൃഷ്ണനാണ്. കൃഷ്ണന്റെ രൂപം ഇപ്പൊ നമുക്ക് ഇന്ന് വ്യക്തമായി. ഒരു കയ്യിൽ ഓടക്കഴും, ഒരു കയ്യിൽ പറഞ്ഞില്ല, എത്തിയിട്ടില്ല. അദ്ദേഹത്തിനൊപ്പം കുടുംബത്തിൽ പോയപ്പോ സുബ്രഹ്മണ്യം ഒന്ന് കണ്ട, അയാളൊന്ന് സല്യൂട്ട് ചെയ്ത്, അത്രയേ ഉള്ളൂ. ഇപ്പൊ അതിന്റെ തന്നെ ഹിസ്റ്ററീസ് ഇനി അവരുടെ കുടുംബത്തിൽ കടന്നു കളിക്കണം. ഈ സുബ്രഹ്മണ്യന്റെ ഹിസ്റ്ററീസ് മുഴുവനും പിടിക്കണം, ഏത് തരത്തിലാണ് സുബ്രഹ്മണ്യൻ എന്നതിന് ശേഷം വേണം ആ സ്വരൂപത്തെ. നിങ്ങൾക്ക് തിരക്കുണ്ടാവും, നമുക്ക് തിരക്കില്ല. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഈ ഒരു കാര്യത്തിനെ സുസ്ഥമാക്കി കഴിഞ്ഞാലേ നിങ്ങളുടെ ഡോക്യുമെന്റുമായിട്ട് ബന്ധപ്പെടുന്ന ഇന്ന് കാണുന്ന, ഞങ്ങൾ കാണുന്ന കെട്ടുപാടുകൾ, ഈ പ്രശ്നത്തിൽ ഇതിന്റെ ഡോക്യുമെന്റേഷൻ സുഖകരമാവുമോ? ഒട്ടുമില്ല. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഒരു വൈരുദ്ധ്യമില്ല. പക്ഷെ ഡോക്യുമെന്റിൽ ഇനി ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന പണം ആ കുടുംബത്തിന് യാതൊരു തരത്തിലും ഗുണത്തിലേക്ക് എത്തില്ല. ഇതിനെ ആദ്യം ഇത് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയല്ല ഞങ്ങളിപ്പോ പ്രശ്നം പറയുന്നത്, അവർക്ക് വേണ്ടിയാണ്. അങ്ങനെ തന്നെ വേണം. അപ്പം നിർബന്ധമായിട്ടും വേണ്ടത് എന്താന്ന് വെച്ചാൽ, അങ്ങയുടെ നേതൃത്വത്തിൽ ഈ കുടുംബത്തിലെ നാഥയായിട്ടുള്ള അമ്മയെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പഴനി ട്രിപ്പ് ഇടുക. അപ്പൊ നാട്ടിൽ കുറച്ചു പേരൊക്കെ വരും, താല്പര്യം ഉണ്ടാവും. അപ്പൊ നല്ലൊരു ടൂറിസ്റ്റ് ബസ് വിളിക്കുക, ഒരു പഴനി ടൂർ. സാരല്യാന്നേ ശ്രീമാൻ ഗണേഷ് വിജയി. ഈ ഒരു യുദ്ധത്തിൽ എത്ര സീറ്റാ? 50 സീറ്റ് മതിയാവില്ലല്ലോ. എത്ര പേരാ പഴനിക്കുള്ള? എല്ലാരും ഒന്ന് കൈകൂട്ടി പൊക്കിക്കോളും കേട്ടോ. നിർബന്ധമായിട്ടും അങ്ങയുടെ നേതൃത്വത്തിൽ പോകണം, അഥവാ അമ്മയുടെ നേതൃത്വത്തിൽ അങ്ങ് പോകണം. ഇതിലൊരു ഒരു പരസ്പര സംയോഗം അഥവാ ഇതിന്റെ ഒക്കെ ഒരു കാര്യം നേരെയായിട്ട്. പക്ഷെ വർത്തമാന കാലത്തിൽ നിങ്ങൾ ഈ സുബ്രഹ്മണ്യനെ എത്രയും പെട്ടെന്ന് വേണം. പ്രാഥമികമായ പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒന്ന് പഴനിയിൽ പോയിട്ട് അമ്മ അവരുടെ ഭർത്താവിനെ സങ്കല്പിച്ച് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവിടെ ഒരു ദ്രവ്യ സമർപ്പണം ചെയ്യുക. കാരണം വീടൊക്കെ വിട്ടുപോയി, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടോ എന്ന് അറിയില്ല, എന്തോ ആവാം. അപ്പൊ ഒരു എണ്ണാപ്പണം, എണ്ണി നോക്കാത്ത ഒരു പിടിപ്പണം അവിടെ ദ്രവ്യ സമർപ്പണം നടത്തുക. അങ്ങ് ഒരു പാല് കൊണ്ടൊരു അഭിഷേകം നടത്തുക. എന്നിട്ട് ബാക്കി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭ്യമാവുന്ന സ്ഥലം, ആ സ്ഥലവും ഈ ലഭ്യമാവുന്ന സ്ഥലത്തിൽ നിന്ന് കുടുംബത്തിൽ ലഭിക്കുന്ന ധനം ആ കുടുംബത്തിനും ഉപയുക്തമാവും. അല്ലാതെ കണ്ട് മനസ്സമാധാനം കുറയുന്ന ഒരു സ്ഥാനമായിട്ട് ആ കുടുംബത്തിൽ ഇപ്പൊ കാണുന്നത്. കുട്ടികളെ ചൊല്ലി സമാധാനം ഉണ്ടാവാത്തൊരവസ്ഥ വരും. അതിപ്പോ പരസ്യമായിട്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്യണ്ട, അത് വിട്ടേക്കാം. ആയിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് ശില്പശാസ്ത്രത്തിനോടൊന്ന് നിർദ്ദേശിച്ചു. ഇല്ല, ഇപ്പൊ അമ്മയോട് ഈ പ്രതിയില്ലാത്ത ചൊവ്വയുണ്ട്, ഒരു പ്രതിസ്ഥാനത്ത് ചൊവ്വയെ വിസ്തരിക്കാൻ.
അപ്പൊ ആ പ്രതിസ്ഥാനത്തിൽ വിസ്തരിക്കുന്നതിനാ ഒരു മുൻകൂർ ഈ ചില ഈ വെയില് ആർഗ്യുമെന്റില് തള്ളിച്ചാളുക അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാം. വെയിൽ ആർഗ്യുമെന്റില് പൊട്ടിച്ചാളുക, എന്നാ മറ്റേത് സ്ട്രോങ് ഉണ്ടാവില്ല. അതേപോലെ ഇപ്പൊ വെയിൽ ആർഗ്യുമെന്റ് ആയിരുന്നു, അതിൽ തള്ളി. ഇത് അപ്പുറത്തെ ഫൈനൽ ആർഗ്യുമെന്റിൽ വരുന്നുണ്ട് ഈ സാധനം വർത്തമാന കാലത്ത്. കാരണം അല്ലേ, ഇതിനെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയത്തുണ്ടാവുന്ന പ്രതിബന്ധങ്ങൾ നിങ്ങൾ കാണുന്നില്ല, പക്ഷെ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ആ വിഷയത്തിന് വേണ്ടി സ്വതന്ത്രമായിട്ട് അമ്മയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്വസ്ഥമായ മനസ്സോടുകൂടെ നിങ്ങൾക്ക് ആവശ്യമായ ഭൂമി, നിങ്ങൾ കൊടുക്കുന്ന വില കൊടുക്കുന്ന ആ വില ആ കുടുംബത്തിൽ സംതൃപ്തമായിട്ട് അവർക്ക് അനുഭവിക്കാം, ഭൂമി നിങ്ങൾക്കും അനുഭവിക്കാം. ഓരോ ദ്രവ്യത്തിനും ഒരു ദേവതയുണ്ടാവും, ഈ പെണ്ണുണ്ടോ, അത് ഒരു സുഖമായിട്ട് കൈ കിട്ടിയാലേ അതിന്റെ ഫലം ഉണ്ടാവും അല്ലേ. അപ്പൊ അതാണ് ഈ ചൊവ്വ, ഇവിടെ 10-ലെ ചൊവ്വ. ഇനി ഗണ്ണാന്ത ഉഷ്ണ വിശേഷുച റിക്താതിഥി ചർച്ച ചെയ്ത വിഷയമാണ്. ആഭിചാരാദി ശാബ്ദ വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്തു. റിക്തായ മരുപീഡനം, ആ ശത്രുബാധ നിവൃത്തിയൊക്കെ വേണം. അത് പൂർവകാലത്തിലെ 2 ആദിവാസി സ്വരൂപത്തിലെ ഉപാസനാദി വിഷയങ്ങൾ ശിവനെ ചെയ്ത വിഭാഗത്തെ നശിപ്പിച്ച് സ്വാധീനിച്ച ഭൂതയാവത്തിൽ നിന്നൊക്കെ കഴിഞ്ഞു. രാശിയിലെ ഈ രിക്തായ മരുഭി ശത്രുദോഷമാണ് രിക്ത കൊണ്ട് പറയേണ്ട നിയമം. ശത്രുദോഷം ഉണ്ടായില്ല, അത് നമുക്ക് വിഷയമില്ല. ശത്രുദോഷം കൊണ്ട് ഇവിടെ ബാധയായി തീർന്ന വല്ല ദേവതകളും ഇവിടുന്ന് അകറ്റി നിർത്തേണ്ടതായിട്ടുണ്ട്. ബാധകാധിപത്യത്തിൽ ലഗ്നം, ലഗ്നേശം വാ, ലഗ്നേശം വാ ദീക്ഷതേ രണ്ടും വന്നിട്ട് ഇല്ല. കേതു ബ്രാഹ്മണ ശാപശ്ച ഒക്കെയാണല്ലോ എന്താണ്, അത് ചർച്ച ചെയ്ത വിഷയമാണ്. അത് മതിയോ? അല്ല, ഈ സ്പെസിഫിക് ആയിട്ട് ഇന്ന ദേവത ആഭിചാരമൂർത്തിയാണെന്ന് മനസ്സിലാക്കി അതിനെ അവായിച്ച് ഉച്ചാരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ഈ ഷഷ്ടപതിയായിരിക്കുന്ന ശുക്രൻ ശനിയോട് ചേർന്ന് നവാംശകം ചെയ്തു എന്നുള്ളതല്ലേ നമുക്കുള്ളൊരു ഗൗരവ പ്രമാണത്തിലുള്ള ഒരു വിഷയം. ബാദേശസ്യ ആരിഭേവ രിഭുവേണഗതിർബാധകക്ഷേ യദിസ്യാൽ യോഗോ വാ ദർശനം വാ പുനരിഹേതി വാ തൗ വിദക്ഷത്ര സംസ്ഥോ ബാധാദീശാരിനാദാവപി യതി സഹിതോ പശ്യതൊന്യന്യതോ വാ ശത്രുസ്തത്ര ആഭിചാരം വലതു ബഹുദയാ ലക്ഷണാനാം സംഭവിയാൻ. ആ നിയമമുണ്ട്. അതില് ബാധകാധിപനായിരിക്കുന്ന ഗ്രഹം ജൂഗേ ശാസ്ത്രാദിഭൂതേശ ക്രുദ്ധ മഖവിഘാതത. ലഗ്നാധിപനോട് ചേർന്ന് നിൽക്കുന്ന പാപഗ്രഹം രോഗത്തെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അതായിരിക്കും ദേവത. ഈ മഹവിഘാതത യുദ്ധത്തിന് വിഘാതം ഉണ്ടാവുന്ന എന്ന് വെച്ചാൽ സ്തംഭനത്തിനോ കാര്യത്തെ ഇല്ലാതാക്കുന്നത്, സ്തംഭനത്തിനോ വിഘാതത്തിനോ കാരണമായി തീരുന്ന ദേവതയാണ്. അതാരായിരിക്കും? വ്യാകുലീകൃതമന. കൗശികേ 1000 മണിയാവാൻ കുംഭത്തിലെ ശരിക്കും എന്താണ് ഈ നിജവേ പ്രേതപിശാചാദ്യപി 1000 മണിയൻ മണീസംഘാതാർത്തവ മണീസംഘാതാർത്തവ വിശ്രുതോദ നിജഭേ പ്രേതപിശാചാദ്യപി. അതെ.
ഈ പൈശാചികമായ ദേവതകളെ ഉപാസിച്ച ഏതോ ഒരു വിഭാഗം ഉണ്ടല്ലോ അവിടെ. ഈ ദേശപ്രധാനമായിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. ഈ അറുകുല അങ്ങനെയൊക്കെ ഉണ്ടാവും. മൂർത്തി അല്ലെ അങ്ങനെയൊക്കെ ഇല്ലല്ലേ? ദുർമന്ത്രവാദം, ചാവ് ഈ സാധുണ്ട്. ചാവര് എന്ന് വെച്ചാൽ നമ്മളെ വീരനില്ലേ, വെട്ടിവരിച്ച വീരൻ മുതലായ പ്രേത വിഷയങ്ങൾ. ആ തരത്തിലുള്ള പൈതൃകമായിട്ടുള്ള പിശാചുകളെ കൊണ്ട് ഉപാസിച്ച് ശത്രുദോഷത്തിനും ആഭിചാരത്തിനും അസലായിട്ട് ഉപയോഗിച്ച ഒരു കുടുംബത്തിന്റെ ബന്ധം നല്ലൊരു അതിന്റെ നല്ല സ്കോളേഴ്സ് ആണ്. മന്ത്രവാദം നന്നായിട്ട് പഠിച്ചവരാ. നിർബന്ധമായിട്ടും ദുരിതമായിട്ട് കിടക്കുന്നത് യക്ഷീയലി ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അത്രയും പറ്റും. ഇവിടെ സ്ഥാനം വേണ്ട. സ്ഥാനം അവിടെ ഉണ്ടാവും. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാവും. യക്ഷിയെ ആചരിക്കാൻ ഉപയോഗിച്ച ഒരു വൃക്ഷം പടിഞ്ഞാറ് ഭാഗത്ത് ആ മന്ത്രവാദ കുടുംബത്തിനോടൊക്കെ ബന്ധപ്പെട്ട പ്രദേശത്ത് കാണാൻ സാധിക്കും. അങ്ങനെ ഉണ്ടോ നോക്കിയാൽ മതി. അത് ബന്ധുഗ്രഹമായിട്ട് വന്ന അത്തരത്തില് എന്തോരോ ഈ നമുക്ക് രഹസ്യമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുകയാണ്. കാരണം നമുക്ക് ഈ മുന്നിൽ മൈക്ക് വെച്ചിട്ടുണ്ട്, ധാരാളം ക്യാബിനൊക്കെ ഉള്ളതുകൊണ്ട് രഹസ്യമായിട്ടും സ്വകാര്യം പറയാൻ വയ്യാലോ. അമ്മയുടെ കുടുംബത്തിലും ധാരാളം ശത്രുബാധാ ദോഷം നന്നായിട്ടുണ്ട് കേട്ടോ. അതും ഈ അവസരത്തിൽ പരിഹരിക്കാൻ സാധിക്കുകയെങ്കിൽ നല്ലതായിരിക്കും. ഇവരെയും കൂടെ ഉൾപ്പെടുത്തുന്നതും നല്ലതായിരിക്കും. അല്ല, ഇവര് പാലക്കാടാണ്. അതെ, അവരെയും കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ പറയുന്ന മന്ത്രവാദ കുടുംബത്തിന്റെ അവശേഷിപ്പുകൾ ആരെങ്കിലും പടിഞ്ഞാറ് ഭാഗത്തുണ്ടെങ്കിൽ അവരും കൂടെ ഉൾപ്പെട്ടുകൊണ്ട് വേണം ഈ കർമ്മം ചെയ്യാൻ. അതറിയോ? അതിനെപ്പറ്റി നമ്മളിതൊക്കെ പറയുന്ന സമയത്ത് വല്ല അപവാദം പോലെയൊക്കെ ശനിയായതുകൊണ്ട് ബ്രാഹ്മണേതര വിഭാഗമായിട്ട് അതറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അത് പടിഞ്ഞാറ് ഭാഗത്ത് ഈ മന്ത്രവാദം ചെയ്തിട്ടുള്ള ശ്രേഷ്ഠമായ മന്ത്രവാദം അറിയാവുന്ന അതിലെ പണ്ഡിത കുടുംബം ബ്രാഹ്മണരല്ല, ബ്രാഹ്മണേതരന്മാരാണ്. പക്ഷെ അതിൽ അവര് ഏറ്റവും എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ്. ആ തരത്തിലുള്ള ഒരു ഫാമിലി പടിഞ്ഞാറ് ഭാഗത്തുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനെപ്പറ്റി വല്ല അറിവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അത് ചാവരുകാവ് ഇതന്നെ മന്ത്രമൂർത്തികളാണ്. വല്ല മന്ത്രവാദികളും ഉണ്ടായിരുന്നോ? ഉണ്ടായിട്ടുണ്ട്. ആ കുടുംബത്തിൽ വല്ലവരും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇപ്പൊ നന്നായിരിക്കും. അല്ല, അവരുണ്ടെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ദുരിതം അവരെ പൂർവികന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കില്ല. അതുകൂടി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അത്. അതുകൂടെ അതെ ഒരു കാര്യം കൂടെ കേട്ടോ. അവിടുത്തെ പരിസരത്തില് ഒരു സ്ത്രീയെ കുലത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു കഥയും കൂടി ഉണ്ടാവും. അതും കൂടി ഒന്നും അറിയിക്കാം. ചീത്തപ്പേര് ആരോപിച്ച് കുലത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച ഒരു കഥയും കൂടി ഉണ്ടാവും. അതുകൂടി ഒന്ന് ആലോചിച്ചോളും. നാളേക്ക് അതിന്റെ വിവരം തന്നാ മതി. പിന്നെ പരിപീഡനം. അടുത്തത് രാശി ജന്മാന്തം, വൃഥാസംഗ്രാമം പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെന്താ? ഇത്യാദിസന്തോ വൃഥാസംഗ്രാമ. പിന്നെ ഇല്ലില്ല, ഇത്രയും ഇത്യാദി ദോഷരഹിതേ കാലം.
കീടം നശിച്ചുകൊണ്ടിരുന്നെങ്കിലും അതെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ കീടം രാശിയിൽ 9ാം ഭാവം വിചാരൂഢത്തിൽ നിന്നുണ്ട്. പ്രചാരഗ്രന്ഥങ്ങളുണ്ട്. 9ാം ഭാവപതിയായിരിക്കുന്ന ചൊവ്വ 29 ഭാഗിയായിരിക്കും നിൽക്കുന്നതാണ്. അതിൽ ഈ മീനൻ രാശിയിൽ 5 വാർഷകം ആർക്ക് ഇവിടെ ബാധയായി തീർന്ന വല്ല ദേവതകളും ഇവിടുന്ന് അകറ്റി നിർത്തേണ്ടതായിട്ടുണ്ട്. ബാധകാധിപത്യത്തിൽ ലഗ്നം ലഗ്നേശം വാ ലഗ്നേശം വാ ഇത് ഇക്ഷരേഷു രണ്ടും വന്നില്ലേ? ഇല്ല. 4ാമത്തെ രാശിയിലേക്കുള്ള കേതു. കേതുവിനൊക്കെ ഉണ്ടാകുമ്പോൾ കേതു ബ്രാഹ്മണ ശാപസ്ഥ ഒക്കെയാണല്ലോ ലക്ഷത്തിൽ എന്താണ് ചർച്ച ചെയ്ത വിഷയമാണ്. അത് മതിയോ? അല്ല, ഈ സ്പെസിഫിക് ആയിട്ട് ഇന്ന ദേവത ആഭിചാരമൂർത്തിയാണെന്ന് മനസ്സിലാക്കി അതിനെ ആവാഹിച്ച് ഉച്ചാരിക്കേണ്ടതുണ്ടോ എന്നായിരുന്നു ചോദ്യമുണ്ട്. ഈ ഷഷ്ടപതിയായിരിക്കുന്ന ശുക്രൻ ശനിയോട് ചേർന്ന് നവാംശനം ചെയ്തു എന്നുള്ളതല്ലേ നമുക്കുള്ളൊരു ഗൗരവ പ്രമാണത്തിലുള്ള ഒരു വിഷയം. തീർച്ചയായും. ബാദേശസ്യ ആരിഭേവ രിപുവനഗതിർബാധകക്ഷേ യജിസ്യാൽ യോഗോ വാ ദർശനം വാ പുനരിഹേതിവാദോ മിതക്ഷേത്ര സംസ്ഥോ ബാധാദീശാരിനാദാവപി യതി സഹിതോ പശ്യതന്യുന്നതോ വാ ശത്രുസ്ത്രാഭിചാരം വലതു ബഹുദയാ ലക്ഷണാനാം സംഭൂയാൻ. ഉണ്ട്, ആ നിയമമുണ്ട്. അതില് ബാധകാധിപനായിരിക്കുന്ന ഗ്രഹം ജൂഗേ ശാസ്ത്രാദിഭൂതേശ ക്രുദ്ധ ഭഗവിഘാതത. ലഗ്നാധിപനോട് ചേർന്ന് നിൽക്കുന്ന പാപഗ്രഹം രോഗത്തെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അതായിരിക്കും ദേവത. ഈ മഹവിഘാതത ഇപ്പൊ യുദ്ധത്തിന് വിഘാതം ഉണ്ടാകുന്ന എന്ന് വെച്ചാൽ സ്തംഭനത്തിനോ കാര്യത്തെ ഇല്ലാതാക്കുന്നത് യുദ്ധത്തെ സ്തംഭനത്തിനോ വിഘാതത്തിനോ കാരണമായി തീരുന്ന ദേവതയാണ്. അതാരായിരിക്കും? വ്യാകുലീകൃതമന. ആയിരമണിയാവാണ് കുംഭത്തിലെ ശരിക്കും എന്താണ് ഈ നിജപേ പ്രേതപിശാചാദ്യപി ആയിരമണിയൻ മണീസംഘാതാത്തവ മണീസംഘാതാത്തവ വിശ്വതോദ. അത് കുരുക്ഷേത്രത്തിലാണ്. നിജഭേ പ്രേതപിശാചാദ്യപി. നിജഭേ പ്രേതപിശാചാദ്യപി. അതെ. ഈ പൈശാചികമായ ദേവതകളെ ഉപാസിച്ച ഏതോ ഒരു വിഭാഗമുണ്ട് കേട്ടോ. ഈ ദേശപ്രധാനമായിട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. ഈ അറുകുല അങ്ങനെയൊക്കെ മൂർത്തി അല്ലേ, അങ്ങനെയൊക്കെ ഇല്ലല്ലേ. ദുർമന്ത്രവാദം, ചാവ് ഈ സാധനം ഉണ്ട്. ചാവര് എന്ന് വെച്ചാൽ നമ്മളെ വീരനില്ലേ, വെട്ടിമരിച്ച വീരൻ മുതലായ പ്രേതവിഷയങ്ങൾ. ആ തരത്തിലുള്ള പൈതൃകമായുള്ള പിശാചികളെ കൊണ്ട് ഉപാസിച്ച് ശത്രുദോഷത്തിനും ആഭിചാരത്തിനും അസലായിട്ട് ഉപയോഗിച്ച ഒരു കുടുംബത്തിന്റെ ബന്ധം നല്ലൊരു അതിന്റെ നല്ല സ്കോളേഴ്സാണ്. മന്ത്രവാദം നന്നായിട്ട് പഠിച്ചവരാണ്. നിർബന്ധമായിട്ടും ദുരിതമായിട്ട് കിടക്കുന്നത്. യക്ഷികലി ഉണ്ടാവും. തീർച്ചയായിട്ടും അത്രയും വരും. ഇവിടെ സ്ഥാനം വേണ്ട. അങ്ങനെ എന്തോ ഒരു സ്ഥാനം അവിടെ ഉണ്ടാവും.
ഇതിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാവും. യക്ഷിയെ ആചരിക്കാൻ ഉപയോഗിച്ച ഒരു വൃക്ഷം പടിഞ്ഞാറ് ഭാഗത്ത് ആ മന്ത്രവാദ കുടുംബത്തിനോടൊക്കെ ബന്ധപ്പെട്ട പ്രദേശത്ത് കാണാൻ സാധിക്കും. ഈ ലഗ്നാധിപന്റെ നോക്കിയാൽ മതി. അത് അതെ, ലഗ്നാധിപന്റെ വംശമാണ്. ബന്ധുഗ്രഹമായിട്ട് വന്ന അത്തരത്തില് എന്തോ ഒരു ഈ നമുക്ക് രഹസ്യമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുകയാണ്. കാരണം നമുക്ക് ഈ മുന്നിൽ മൈക്ക് വെച്ചിട്ടുണ്ട്, ധാരാളം ക്യാബിനൊക്കെ ഉള്ളതുകൊണ്ട് രഹസ്യമായിട്ടും സ്വകാര്യം പറയാൻ വയ്യാമല്ലോ. അമ്മയുടെ കുടുംബത്തിലും ധാരാളം ശത്രുബാധാദോഷം നന്നായിട്ടുണ്ട് കേട്ടോ. അതും ഈ അവസരത്തിൽ പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലതായിരിക്കും. ഇവരെയും കൂടെ ഉൾപ്പെടുത്തുന്നതും നല്ലതായിരിക്കും. അല്ല, ഇവര് പാലക്കാടാണ്. അതെ, അവരെയും കൂടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ പറയുന്ന മന്ത്രവാദ കുടുംബത്തിന്റെ അവശേഷിപ്പുകൾ ആരെങ്കിലും പടിഞ്ഞാറ് ഭാഗത്തുണ്ടെങ്കിൽ അവരും കൂടെ ഉൾപ്പെട്ടുകൊണ്ട് വേണം ഈ കർമ്മം ചെയ്യാൻ. അതറിയോ? അതിനെപ്പറ്റി നമ്മളിതൊക്കെ പറയുന്ന സമയത്ത് വല്ല അപവാദം പോലെയൊക്കെ ശനിയായതുകൊണ്ട് ബ്രാഹ്മണേതര വിഭാഗം അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അത് പടിഞ്ഞാറ് ഭാഗത്ത് ഈ മന്ത്രവാദം ചെയ്തിട്ടുള്ള ശ്രേഷ്ഠമായ മന്ത്രവാദം അറിയാവുന്ന അതിലെ പണ്ഡിത കുടുംബം, ബ്രാഹ്മണരല്ല, ബ്രാഹ്മണേതരന്മാരാണ്. പക്ഷെ അതിൽ അവര് ഏറ്റവും എല്ലാ കാര്യങ്ങളും അറിയുന്നവരാണ്. ആ തരത്തിലുള്ള ഒരു ഫാമിലി പടിഞ്ഞാറ് ഭാഗത്തുള്ളതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിനെപ്പറ്റി വല്ല അറിവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അത് ചാവരുകാവ് ഇതല്ലേ മന്ത്രമൂർത്തികളാണ്. വല്ല മന്ത്രവാദികളും ഉണ്ടായിരുന്നോ? ഉണ്ടായിട്ടുണ്ട്. ആ കുടുംബത്തിൽ വല്ലവരും അവശേഷിക്കുന്നുണ്ടെ അവരെയും കൂടെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇപ്പൊ അല്ല, അവരുണ്ടെങ്കിൽ അവരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ദുരിതം അവരെ പൂർവികന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കില്ല. അതും കൂടി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അത്. അതുകൂടെ അത് ഒരു കാര്യം കൂടെ കേട്ടോ. അവിടുത്തെ പരിസരത്തില് ഒരു സ്ത്രീയെ കുലത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു കഥയും കൂടി ഉണ്ടാവും. അതും കൂടി ഒന്നും അറിയിക്കുക. ചീത്തപ്പേര് ആരോപിച്ച് കുലത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച ഒരു കഥയും കൂടി ഉണ്ടാവും. അതുകൂടി ഒന്ന് ആലോചിച്ചോളൂ. നാളേക്ക് അതിന്റെ വിവരം തന്നാൽ മതി. പിന്നെ അടുത്തത് രാശി ഗണ്ണാന്തം, വൃദ്ധാസംഗ്രാമം പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെന്താ? നിത്യാദിസന്ധോ വൃദ്ധാസംഗ്രാമ. പിന്നില്ല. ഇത്രയും ഇത്യാദി ദോഷനെ ഇതേ കാലം. അതെ, ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ മീനൻ രാശി 9ാം ഭാവത്തിൽ നിന്ന്, അതായത് 9ാം ഭാവപതിയായിരിക്കുന്ന ചൊവ്വ 29 ഭാഗി അതിക്രമിച്ച് നിൽക്കുന്നതാണ്. അതിന് ഈ മീനൻ രാശിയിൽ 5 നവാംശങ്ങൾ, ഉദയനവാംശങ്ങൾ. ഈ 9ാം ഭാവം വൃശ്ചികത്തിൽ നിന്നിട്ട് മീനത്തിൽ നവാംശങ്ങളാണ്. ചൊവ്വ പൂർണ്ണഗണ്ണാന്ത. നശിച്ചത് ചൊവ്വ തന്നെ ആയിരിക്കും. ഗണ്ണാന്തത്തിൽ വന്നാൽ ഈ പ്രദേശത്ത് പരിസരത്ത് വല്ല ക്ഷേത്രവും നശിച്ചു പോയതിന്റെ വല്ല അവശിഷ്ടങ്ങളുണ്ടോ? ഈ നമ്മൾ പറഞ്ഞ ഈ ഗ്രാമല്ലേ, എന്താ പറയാ, ചെറിയങ്കോട് ഗ്രാമത്തില് വല്ല എവിടെയെങ്കിലും വല്ല ക്ഷേത്രവും
നശിച്ചുപോയി, നശിച്ചു കിടക്കുന്ന, അന്വേഷിക്കേണ്ടത് ഇവിടം മുതൽ ഇവിടം വരെ അന്വേഷിക്കാം. ഈ ഒരു സെക്ഷനിൽ ഇവിടെയാണ് അതിന്റെ ദേശസന്ധോവ, അങ്ങനെ ഒരു വല്ല സങ്കേതവും. നമ്മള് ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വന്നവരൊന്നും അല്ല കേട്ടോ. നമ്മൾ ആ ദോഷം പരിഹരിക്കാൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ അവിടേക്ക് ഇവര് വരുമോ, കയറി ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഇവര് അതിക്രമിച്ച് കയറുമോ എന്നുള്ള പേടിയോടൊന്നും പറയാതിരിക്കണ്ട. നമ്മൾ ആ ദോഷം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. വല്ല ദേവസ്ഥാനം പണ്ട് കാലത്ത് പ്രതിഷ്ഠിച്ച് ആരാധിച്ചിരുന്ന വല്ല ദേവസ്ഥാനവും നശിച്ചു പോയതിന്റെ വല്ല തെളിവുകളും നിലനിൽക്കുന്ന സ്ഥലമുണ്ടോ? അതെന്ത് ക്ഷേത്രമാണ്? അതിപ്പം ഈ മുടങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നത് കൊറോണയാണോ കാരണം? അല്ല, പറയാതാണല്ലോ, എല്ലാത്തിനും ഇപ്പൊ ഒരു കാരണമല്ലേ ഉള്ളൂ. ശരി, ആയിക്കോട്ടെ. അടുത്ത് തന്നെയാണോ? ഇവിടെ തൊട്ടടുത്താണോ അത്? ശരി. വിദ്യാദോഷൈതേ കാലേ അമൃതഗരീഷു ശുഭാനാമുദേ ദൃഷ്ടോ മുഹൂർത്തേഷു. മുഹൂർത്തം നന്നായല്ലോ. അതെ. ഇതിന്റെ ഈ ഡോക്യുമെന്റ് കൈമാറ്റം എന്ന് പറയുന്നത് പരമാവധി ഈ കാലത്ത് തന്നെ നടത്തിയതിന് ശേഷം വേണം നമ്മളുടെ അടുത്ത പരിഹാര ഘട്ടത്തിലേക്കൊക്കെ പോവാൻ. കാലശുഭക്രിയായോഗ്യ മുഹൂർത്ത ഇതി കഥ്യതേ എന്ന് പറയുന്നതുകൊണ്ട് ഈ ശുഭക്രിയകളാണ് നമ്മളിപ്പോ ഇനി ആരംഭിക്കുന്ന പ്രായശ്ചിത്തങ്ങളാവട്ടെ, ദുരിതങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പ്രായശ്ചിത്തങ്ങളും ചെയ്യേണ്ടത് ഈ ഭൂമിയിൽ വെച്ചിട്ടാണ്, ഇവിടെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിക്കൊണ്ട് ആദ്യം ദേവസ്വം ആക്കി മാറ്റുക എന്നുള്ളതാണ്. അത് നിങ്ങൾ രണ്ട് കുടുംബം കൂടെ സംസാരിച്ച് ഒരു ധാരണയിലെത്തി അതിനെ സംബന്ധിച്ച് കൃത്യമായി രേഖാ കൈമാറ്റം വരുത്താനുള്ള ഒരു അതിന് മുമ്പ് വേണം ഒന്ന് പഴനിയിൽ പോയി വരാം. അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ കലഹാവും. ശരി, അങ്ങനെയാണ്. ദൈവജ്ഞേന സമാഹിതേന സമയം അപ്പൊ ക്ഷണിച്ചു. ഇനി ബാക്കി കാര്യങ്ങൾ നാളെ രാവിലെ ചർച്ച ചെയ്യാം. ഇന്ന് നമുക്ക് പ്രശ്നം നിർത്താം.